السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. إن شاء الله സ്വാഗത പ്രഭാഷണത്തിൽ കേട്ടതുപോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യാജ ആത്മീയവാദികളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്ന ശക്തമായ ആവശ്യം പരിഗണിച്ചാണ് നമ്മൾ ഇന്ന് സൂഫിസത്തെക്കുറിച്ചും അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഭൗതിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പശ്ചാത്തലം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. സൂഫി ബോർഡ് എന്ന പേരിൽ ഇസ്ലാമിക് സൂഫി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന പേരിലൊരു സംഘടന 2013 നിലവിൽ വന്നിട്ടുണ്ട്. അവരുടെ കേരള ഘടകം മണ്ണാർക്കാട് അമ്പംകുന്ന് ഈ ആഴ്ചയിൽ ഒരു ഓഫീസ് തുടങ്ങുകയും അതിൻ്റെ ഭാഗമായി അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ പത്രസമ്മേളനവും ഉദ്ഘാടന പ്രഭാഷണമൊക്കെ നടത്തിയപ്പോൾ പരിശുദ്ധ ഇസ്ലാമിനോട് തീരെ യോജിപ്പില്ലാത്ത കുഫ്രിയത്തും ഷിർക്കും മാത്രം പറയുന്ന, അതാണ് സൂഫിസം എന്ന പേരിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വീഡിയോസ് അവർ പുറത്തുവിടുണ്ടായി. പത്രസമ്മേളനത്തിൻ്റേതുണ്ട്, അവരുടെ ഉദ്ഘാടന പ്രഭാഷണത്തിൻ്റേതുണ്ട്. പരിശുദ്ധ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, സൂഫിസം എന്നാൽ തനി ഇസ്ലാം വിരുദ്ധമായ മതവിരുദ്ധമായ എന്തോ ഒരു ആദർശധാരയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലാണ് അവരുടെ പത്രസമ്മേളനവും പ്രഭാഷണങ്ങളും ഉണ്ടായത്. അതിൽ ഓരോ പോയിന്റും വിസ്തരിച്ച് ചർച്ച ചെയ്യാൻ നമ്മുടെ സമയം പര്യാപ്തമല്ലെന്ന് എനിക്ക് ശരിക്കറിയാം. ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ദാർശനികമായ കുറേ ചർച്ചകൾ ഇതിൽ കടന്നു വരേണ്ടതുണ്ട്. അദ്വൈതം മുതൽ വഹദത്തുൽ വജൂദ് വരെയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ നല്ല സമയം ആവശ്യമായി തീരും. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സൂഫി പ്രസ്ഥാനക്കാർ ഇസ്ലാമിലെ ഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഹൈന്ദവരുടെയും ക്രിസ്തവരുടെയും ഒക്കെ ആദർശവും അവരുടെ ഗ്രന്ഥങ്ങളും വളരെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ ഉപയോഗപ്പെടുത്തിയതൊക്കെ നമുക്ക് പലയിടങ്ങളിൽ കാണാനാകും. അതേക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താണ് സത്യത്തിൽ സൂഫിസം? സൂഫി എന്ന പ്രയോഗം ഹിജ്റ 200 വർഷം വരെയും ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാനാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന സഹാബി വര്യന്മാർക്ക് സ്വഹാബികൾ എന്ന പേര് തന്നെയായിരുന്നു ഏറ്റവും സംഗതം. നബി തങ്ങളുടെ അനുയായികൾ, അവിടുത്തെ ശിഷ്യന്മാർ, അവിടുത്തെ സഖാക്കൾ, ഈ അർത്ഥത്തിനുള്ള സ്വഹാബി എന്ന പേരിനേക്കാൾ മറ്റൊന്നും അവർക്ക് യോജിക്കില്ലായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ സ്വഹാബികൾ എന്നാണ് അറിയപ്പെട്ടത്. അവരെ പിന്തുടർന്നു വന്ന, അവരെ കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല അടുത്ത കാലം ജീവിച്ചവർ താബിഉകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ രണ്ട് ടീമിനെയും കുറിച്ച് പരിശുദ്ധ ഖുർആൻ വാഴ്ത്തി പറയുന്നുണ്ട്. സൂറത്ത് തൗബയുടെ 100-ാമത്തെ ആയത്തിൽ അല്ലദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന മുഹാജിറുകളും അൻസാറുകളും അവരെ പിന്തുടർന്നവരും എന്ന രീതിയിൽ അവരെക്കുറിച്ച് അള്ളാഹു പ്രയോഗിക്കുന്നത് റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്നാണ്. പിന്നീട് പതിയെ ഇസ്ലാമിക ലോകം വികസിച്ചു വരികയും മതത്തിൻ്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് ചില ആളുകളൊക്കെ ഇങ്ങനെ തെന്നിപ്പോവുകയും ആദർശത്തിലും ആത്മീയതയിലും ഒക്കെ കളങ്കം വരികയും ചെയ്തപ്പോഴാണ് കുറേ ആളുകൾ ഇബാദത്തിലും ആത്മീയ കാര്യങ്ങളിലുമായി മാറി നിന്ന് പ്രത്യേകമായി അവർ പ്രവർത്തിച്ചു വരുന്നത്. അവരെക്കുറിച്ചാണ് പിന്നീട് സൂഫികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അവരാണ് പിന്നീട് സൂഫികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്തുകൊണ്ട് ആ പേര് വന്നു എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് അവർ ഭൗതിക വിരക്തരായി ഈ കരിമ്പടം പോലെയുള്ള വസ്ത്രങ്ങൾ, അത്ര സൗന്ദര്യമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ പുതച്ച് നടന്നിരുന്നത് കൊണ്ടാണെന്നാണ്. ചില ആളുകൾ അതിനെ നിരൂപിക്കുന്നുണ്ട്. അവരല്ലാത്തവരും അത്തരം വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. പരമാവധി ആ ഒരു പദം
അറബി ഭാഷയിൽ നിന്നുണ്ടായതാണോ എന്ന് പോലും ചർച്ചകളുണ്ട്. അറബി ഭാഷയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്ന ആളുകൾ സ്വഫാ ഉൽ ഖൽബ്, ഹൃദയത്തിൻ്റെ വിശുദ്ധി, അങ്ങനെ വരുന്ന ഈ സ്വഫാ പോലെയുള്ള പദങ്ങളിൽ നിന്നാണ് സൂഫി തസവുഫൊക്കെ രൂപപ്പെടുന്നത് എന്നാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലൊന്നും വളരെ വിശാലമായി ചർച്ച ചെയ്യാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുകയും പരമാവധി വിജ്ഞാനം നേടുകയും ആദർശപരമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല പ്രയോക്താക്കളാവുകയും ചെയ്യുന്നവരാണ് സൂഫിയാക്കൾ, ഔലിയാക്കൾ, ആത്മീയവാദികൾ. അല്ലാതെ കുറേ ആളുകൾക്ക് മതം മാറ്റം നടത്താനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അവരുടെ ഈ വൈകാരികമായ പ്രേരണകൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കാനോ ഉള്ള ഒരു മറയല്ല സൂഫിസം, തസവുഫ്. അത് പിൽക്കാലത്ത് ആ ഒരു രീതിയിലേക്ക് ചില ആളുകളൊക്കെ കൊണ്ടുപോയതാണ്. അതിൻ്റെ പുതിയ അനുരണനങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ വിശാലമായി അങ്ങോട്ട് പോകണമെന്നുണ്ട്. നമുക്ക് നോക്കാം, മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് സൂഫികളുടെ ലക്ഷണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സയ്യിദു ത്വായിഫ എന്നാണ് അറിയപ്പെടൽ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ. ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ നേതാവ് എന്നർത്ഥം. മഹാനുഭാവനെ ഉദ്ധരിച്ചുകൊണ്ട് അബൂ നഈം എന്ന് പറയുന്ന നമ്മുടെ പൂർവിക പണ്ഡിതൻ ഇല്ലത്തുൽ ഔലിയ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ 1-ാം വാള്യം 22-ാമത്തെ പേജിൽ പറയുന്നത്, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. തസവുഫിനെ കുറിച്ച് മഹാനുഭാവനോട് ചോദിക്കപ്പെട്ടു. ഫഖാല സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, ഇസ്മുൻ ജാമിഉൻ ലി അശറത്തി മആനിൻ, 10 വിശേഷണങ്ങൾ, 10 ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തസവുഫ്. ഈ 10 ആദർശങ്ങൾ നിലകൊള്ളുന്നവൻ ആരാണോ അവനാണ് സൂഫി. നമ്മൾ പുതിയ സംവാദങ്ങളിലും പ്രസംഗങ്ങളിലും പത്രസമ്മേളനങ്ങളിലൊക്കെ കേൾക്കുന്നത് മതം വെടിഞ്ഞ് എന്തോ കോലത്തിലൊക്കെ ജീവിക്കുന്നവനാണ് സൂഫി എന്നാണ്. പക്ഷേ ഇതിൻ്റെ ആധികാരികമായ ശബ്ദം ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, 10 കാര്യങ്ങളിൽ നിന്ന് 10 കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നവനും ഉൾക്കൊള്ളുന്നവനുമാണ് സൂഫി. ഒന്നാ തഖല്ലുലു മിൻ കുല്ലി ശൈഇൻ മിനദ് ദുനിയ അനി തഖാസുരി ഫീഹ. ഒന്ന് ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് വിരക്തനാവണം. പരമാവധിക്കപ്പുറം ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ മാത്രമേ ദുനിയാവിന് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത് ഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹി അസ്സ വജൽ മിനസ് സുകൂനി ഇലൽ അസ്ബാബി, അള്ളാഹുവിനെ സമ്പൂർണ്ണമായി ആശ്രയിക്കുക. പുതിയ കാലത്ത് സൂഫികളുടെ പത്രസമ്മേളനത്തിനൊക്കെ പറയുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ചൈതന്യമാണെന്നാണ്. നമുക്ക് ചർച്ച വരണം അങ്ങോട്ട്. ശ്രീശങ്കരൻ്റെ അദ്വൈതം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാണ് തസവുഫ് എന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാൻ ശ്രമിക്കുക. ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ആരോടും വിദ്വേഷമൊന്നുമില്ലേ. അവർ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ തിരുത്തൽ നിർബന്ധമാണെന്നും അവരെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തൽ ഒരു ഇസ്ലാമിക സമൂഹം എന്ന രീതിക്ക് നമുക്ക് നിർബന്ധം അനിവാര്യമാണെന്നും ഉൾക്കൊണ്ടത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. സ്നേഹത്തോടു കൂടെ തന്നെ അള്ളാഹുവിനെ പൂർണ്ണമായി ആശ്രയിക്കുക എന്നതാണ് സൂഫിയുടെ രണ്ടാമത്തെ ലക്ഷണം. സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി അതാ പറയുന്നത്. ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ഇസ്ലാം പഠിപ്പിച്ച ആദർശം, ദൈവം സമ്പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നത് പോലും നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യമാകുന്ന ദൈവത്തിനാണ്. അല്ലാതെ ആകാശത്തിൻ്റെ മുകളിലിരിക്കുന്ന ദൈവത്തെ ഇസ്ലാം ഒരിക്കലും ആരാധിക്കാൻ പറയുന്നില്ല എന്ന്. ആകാശത്തിൻ്റെ മുകളിലിരിക്കുന്ന ദൈവം എന്നുള്ളടത്ത് പരിശുദ്ധ ഇസ്ലാമിന് അങ്ങനെ ഒരു വാദമല്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഇലാഹ് എന്ന രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ഒരു ദാത്ത്, നിർബന്ധതയുടെ, അനിവാര്യതയുടെ എല്ലാ വിശേഷണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ പരിശുദ്ധ മതം കൃത്യമായി പഠിപ്പിച്ച അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി എന്ന് തുടങ്ങുന്ന 20 അനിവാര്യ വിശേഷണങ്ങളിലും ഇതിൻ്റെ നേരെ എതിർവശത്തുള്ള 20 ഒരിക്കലും സംഭവിക്കാത്ത വിശേഷണങ്ങളും പിന്നെ അനുവദനീയമായ ഫഇലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു എന്ന ജായിസായ വിശേഷണവും ഉൾക്കൊള്ളുന്ന ആ ഒരു ദാത്തിനെയാണ് അള്ളാഹു എന്ന് പറയുന്നത്. ആ ദാത്താകുന്ന അള്ളാഹുവിനെ അനിവാര്യമായി ആശ്രയിച്ച് നിൽക്കുക എന്നതാണ് സൂഫിയുടെ ലക്ഷണത്തിൽ രണ്ടാമതായി ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇസ്ലാം അങ്ങനെ ഒരു ദൈവത്തെ പഠിപ്പിക്കണില്ല.
നമുക്ക് വരണം അങ്ങോട്ട് ഇൻഷാ അല്ലാഹ്. മൂന്നാമതായി ഇവരുടെ ലക്ഷണം അർ-റഗ്ബത്തു ഫി തആത്തി മിനത്ത് തതവ്വുഇ, സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പ്, ഖുർആൻ പാരായണം, ദിക്ർ പോലെയുള്ള താആത്തുകളിൽ ശക്തമായ ആഗ്രഹം വരലാണ് എന്നാണ്. ഇവിടെ നമുക്ക് പുതിയ പത്രസമ്മേളനം നടത്തുന്ന ഈ സൂഫി ഇസ്ലാമിക് ബോർഡുകാരെ തിരുത്തേണ്ടതുണ്ട്. അവർ പറയണ അങ്ങനത്തെ ഇബാദത്തൊന്നുമല്ല ഇസ്ലാം എന്നാണ്, സ്നേഹിച്ച് നടക്കലാണ്. അവരെ തന്നെ നമുക്ക് പറയണം ഇതിന്റെ രണ്ടാം ഭാഗത്ത്. ഞാനിപ്പോ സൂഫിയാക്കളുടെ ലക്ഷണം ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത് വിശദീകരിക്കാം. അർ-റാബിഉ അസ്വബുറു അൻ ഫഖദി ദുനിയ അനിൽ ഖുറൂജി ഇലൽ മസ്അലതി വശക്വ. ദുനിയാവ് കുറഞ്ഞു പോയതിന് അപേക്ഷ നടത്തിക്കൊണ്ടിരിക്കുക, വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുക, അവലാതിയും പരാധീനതയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് സൂഫിക്ക് ഉണ്ടാവില്ല. അവർ കിട്ടിയത് കൊണ്ട് സമ്പൂർണമായി തൃപ്തിപ്പെടും. അങ്ങനെ വരുമ്പോ ദുന്യാവിനെ പാടോപേക്ഷിക്കലാണോ? അല്ല. വസ്ഹദു വദാ ഫഖദുൻ അലാഖത്ത് ഖൽബിക ലിൽ മാലി ലാ ഫഖദുൽ ലഹു. ഔലിയാക്കളുടെയും സൂഫികളുടെയും കൈപ്പുസ്തകം എന്ന രീതിയിൽ വിരചിതമായ ദിക്കിയയിൽ എന്താണ് ഈ പ്രപഞ്ച പരിത്യാഗം എന്നതിനെ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. വസ്ഹദ്, നീ പരിത്യാഗിയാവുക, ത്യജിക്കുക. എന്താണ് ഈ പരിത്യാഗം എന്ന് പറഞ്ഞാൽ? നിന്റെ ഹൃദയത്തിന് ദുന്യാവിനോടുള്ള അമിതമായ പ്രതിപത്തികളെ, ആഗ്രഹങ്ങളെ, മോഹങ്ങളെ, താല്പര്യങ്ങളെ, ഇച്ഛകളെ ഉപേക്ഷിക്കലാണ്. ലാ ഫഖദുല്ലഹു, ദുന്യാവിനെ സമ്പൂർണമായി ഉപേക്ഷിക്കുക എന്നതല്ല. തഖ്വ അഖല, ഇങ്ങനെ കാര്യം മനസ്സിലാക്കിയാൽ നീ ഏറ്റവും ബുദ്ധിമാനാവുന്നാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ സൂഫി ആരാവണം? വിഷമങ്ങൾ പറഞ്ഞ്, കംപ്ലൈന്റ് പറഞ്ഞ്, അതില്ല ഇതില്ല എന്നും പറഞ്ഞ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പട്ടിണിയും പായരുമായിട്ട് നടക്കണവനല്ല സൂഫി. യാചിക്കാൻ വേണ്ടി ഒരു മാർഗം സ്വീകരിക്കുന്നതല്ല തസവുഫ്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ ഭിക്ഷയാചിച്ച് എല്ലാവരുടെയും മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കുന്നതിൻ്റെ ആധുനിക പേര് തസവുഫ് എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തസവുഫ്. അഞ്ചാമത്തെ വിശേഷണം അത്തമയ്യുസു ഫിൽ അഖദ് ഇൻദ വജൂദി ശൈഇ. ഒരു വസ്തു ലഭ്യമാകുമ്പോൾ വിവേചനാപൂർവമായിരിക്കണം അത് സ്വീകരിക്കേണ്ടത്. കൃത്യമായി ഹലാലാണോ ഹറാമാണോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ അവരുടെ പ്രവർത്തനം, അവരുടെ ഏത് സംഗതി സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്നതും പോലും വരാൻ പാടുള്ളൂ. അപ്പോൾ സൂഫികളുടെ നേതാക്കളായി നമ്മുടെ ഈ സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ ആളുകൾ, സെക്രട്ടറി തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്കിൻ്റെ പ്രബോധനവുമായി കേരളത്തിലേക്ക് ആദ്യമായി വന്ന മഹാന്മാർ. ഏകദേശം ഹിജ്റ 5 വന്നു എന്നാണ് ചരിത്രപരമായ അഭിപ്രായം. മഹാനുഭാവൻ ഈ പായക്കപ്പലിലേറി അങ്ങ് ദൂരെ നിന്ന് വളരെ സാഹസികമായി യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായി മുസിരിസ് എന്ന് പറയുന്ന നമ്മുടെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുമ്പോൾ അപ്പു എന്ന് പറയുന്ന സഹോദരൻ ഇളനീര് ചെത്തി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഒരു പരദേശിയല്ലേ, ദൂരേന്ന് യാത്ര ചെയ്ത് വരികയല്ലേ, ക്ഷീണം കാണുമല്ലോ എന്ന് കരുതിയിട്ട് ആരായാലും പെട്ടെന്ന് തന്നെ അത് വാങ്ങിക്കഴിക്കും, കുടിക്കും. പക്ഷേ മാലിക് ബിൻ ദീനാർ തങ്ങൾ അതിൻ്റെ ഒതൻറ്റിസിറ്റി പരിശോധിക്കുകയാണ്. ഇത് എവിടുന്നാണ് കിട്ടിയത്? താങ്കളുടേത് തന്നെയാണോ? മറ്റൊരാളുടേതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരം കൊണ്ടുവന്നതാണോ? ഇതാണ് സൂഫി. ഇതാണ് സൂഫി. അല്ലാതെ ഹറാമും ഹലാമും ഒക്കെ കൂട്ടിക്കുഴച്ചിട്ട് ആദർശബോധം ഇല്ലാതാക്കിയിട്ട് അവർ വിചാരിക്കുന്ന എന്തോ ഒരാദർശങ്ങളുടെ സമാഹാരമാണ് മതം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ തസവുഫും അവരും തമ്മിൽ ഒരു ബന്ധമില്ലാതായിത്തീരുന്നു. വസ്സാദിസു, ആറാമത്തേത് അശ്ശുഗുലു ബില്ലാഹി അസ്സ വജൽ അൻ സാഇരിൽ അശ്ഗാൽ. മറ്റ് ജോലികളിൽ നിന്നൊക്കെ റബ്ബിൽ വ്യാപൃതനാവുക, ആരാധനാ നിമഗ്നനാവുക. അത് വേണ്ടെന്നാ നമ്മുടെ പുതിയ സൂഫികൾ പറയണത്. ദിക്റിലും ഫിക്റിലുമായി കൂടുക, പരമാവധി സമയം റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. കൃത്യമാണ് ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ വാക്ക്. എല്ലാ കാര്യങ്ങളിൽ നിന്നും അശ്ശുഗുലു ബില്ലാഹി, അള്ളാഹുവിൽ വ്യാപൃതനാവുക. അള്ളാഹുവിൽ വ്യാപൃതനാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്തിലായിട്ട് കൂടുകയെന്ന്. നരമുളക്കോളം ഇബാദത്ത് ചെയ്ത കുറേ മഹാന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. സ്വഹാബികൾ മുതൽ ഇതുവരെയും. മറ്റുള്ളതിൽ നിന്ന് മാറുക. ഞാൻ പറഞ്ഞു സമ്പൂർണ്ണമായി വിരക്തരാവുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. ആവശ്യത്തിന് മാത്രം ദുന്യാവ്, ബാക്കിയൊക്കെ ആഖിറത്തിലേക്കുള്ള പാതയിൽ ആ യാത്രയുടെ അനന്തരഫലം മനോഹരമാവാനുള്ള കഠിനാധ്വാനത്തിൽ ഏർപ്പെടുക.
ഇതാണ് തസവുഫ്. ഏഴാമത്തേത് അദ്ദിക്റുൽ ഖഫിയു അൻ ജമീഇൽ അദ്കാരി. സാധാരണയുള്ള ദിക്റുകളൊക്കെ ചൊല്ലി 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 അതിൻ്റെ ഒരു അന്തസ്സാരത്തിലേക്ക് കിടക്കാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചുണ്ടിലും നാവിലും പറഞ്ഞവർ പതിയെ 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 അതിങ്ങനെ ഹൽക്കിലേക്ക് ഇറങ്ങി, അവിടെ നിന്ന് അങ്ങനെ കൽബിലേക്ക് ഇറങ്ങിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അന്തസ്സാരം പൂർണ്ണമായി മനസ്സിലാക്കി അതിൽ വിലയിക്കുന്നൊരവസ്ഥ വരാനുണ്ട്. കൽബിൻ്റെ ദിക്ർ അതാണ്. ഓരോ സമയവും അവരുടെ മനസ്സ് ഇങ്ങനെ ദിക്റിൽ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും. മാനായത് എന്ത് മഖ്ദൂം തങ്ങൾ അതുക്കിയിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ അതിലെ ബൈത്തുദ്ധരിച്ചുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല. അവരുടെ തനഫുസ്, ശ്വാസവും ഉച്ഛ്വാസവും പോലും അല്ലാഹയായി മാറും. അവർ ശ്വാസം വിടുന്നതും നിശ്വാസം നടത്തുന്നതും അല്ലാഹ് എന്ന രീതിയിലേക്ക് മാറും. അവരുടെ ഖൽബിൽ എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ചിന്തയായി തീരും. ഇങ്ങനെ ആത്മീയതയുടെ മാർഗത്തിൽ അതിവിശുദ്ധരായി ജീവിക്കുന്നതാണ് തസവ്വുഫ്. എല്ലാവരും അതിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നിടത്ത് തെറ്റുവരും. സാധാരണക്കാരായ മനുഷ്യർക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ ഇത്തിരി പാടാ. കാരണം അവർക്ക് ദുന്യാവിൻ്റെ കാര്യം വളരെ ആവശ്യമാണ്. അവർക്ക് ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അവർക്ക് ജോലി ചെയ്യേണ്ടതുണ്ട്, കച്ചവടം നടത്തേണ്ടതുണ്ട്. ആ സമയത്തൊക്കെയും റബ്ബിനെ കുറിച്ചുള്ള ഫിക്റിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഭൗതികമായ ചിന്തകളിൽ അഭിരമിക്കാതിരിക്കുമ്പോൾ അവൻ ആത്മീയതയുടെ വഴിയിലേക്ക് എത്തിച്ചേരുന്നു. വിസ്തരിക്കേണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. എട്ടാമത്തേത് തഹ്ഖീഖുൽ ഇഖ്ലാസി ഫീ ദുഖൂലിൽ വസ്വസ. ഓരോ വസ്വാസ് വരും, പഴപ്പിക്കാൻ വിവിധങ്ങളായ സാഹചര്യങ്ങളുണ്ടാകും. ഇബ്ലീസ് അതിനു വേണ്ടി മാത്രം പ്രത്യേകം പ്രിപ്പയർ ചെയ്തു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ മോശമാണെന്ന് തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇബാദത്ത് ഉള്ളിലുള്ള ദൈവത്തിനാണ് നമ്മളെ ആധുനിക സൂഫികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൂഫി നാട്യക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇബാദത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റാൻ പറ്റും. പിന്നെ സ്നേഹമാണ്, എല്ലാത്തിനെയും സ്നേഹിക്കലാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് കുറേ ഭൗതികമായ ഇച്ഛകളും താല്പര്യങ്ങളും പൂരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ നമ്മുടെ സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്, വിനയപൂർവ്വം അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്, തിരുത്തി ധർമ്മനിഷ്ഠമായ ജീവിതത്തിലേക്ക് വരണം. ഇസ്ലാമിൽ ഒന്നും നിഷിദ്ധമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നൃത്തം, സംഗീതം, പിന്നെ അതുപോലെയുള്ള സംഗതികൾ, കലാപരിപാടികളൊക്കെ സൂഫിക്ക് അനുവദനീയമാണ്. സൂഫിക്ക് അങ്ങനെ വിലക്കുകളില്ല എന്നാണ്. സൂഫി നിയന്ത്രണ വിധേയനാണ് എന്ന് പറയുന്നുണ്ട്, അതോടൊപ്പം വിലക്കുകളൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടും കൂടെ എങ്ങനെ ഒത്തുപോകാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സൂഫി നിയന്ത്രണ വിധേയനാണ്. ആരെയാൽ നിയന്ത്രണ വിധേയം? ഇസ്ലാമിനാലാണ് എങ്കിൽ ഇസ്ലാമിൻ്റെ വിലക്കുകൾ മാനിക്കേണ്ടി വരും, ഇസ്ലാമിൻ്റെ കൽപ്പനകൾ പാലിക്കേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൃത്തം, സംഗീതം, സംഗീതോപകരണങ്ങൾ, കലാപരിപാടികൾ ഇതൊക്കെ സൂഫിക്ക് അനുവദനീയമാണ്, അവന് നിഷിദ്ധം അല്ല അതൊന്നും. സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദിയുടെ വാക്കാണ് ഞാൻ പറയുന്നത്. ഇത്തരം മോഹജാലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവൻ തസൂഫിന്റെ അരികു പറ്റിയവനല്ല, അതിൻ്റെ നിഴലിൻ്റെ നിഴലിൽ പോലും നിന്നവനല്ല. അപ്പൊ സൂഫിസം എന്ന പേരിൽ ആത്മീയമായൊരു വലിയ സംഭവത്തെ അവരുടെ ആവശ്യത്തിനും ഇച്ഛക്കും മോഹത്തിനും വേണ്ടി ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, അത് സംഘടനവൽക്കരിച്ചുകൊണ്ട്, അതിന് വലിയ 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 സംഭവങ്ങളൊക്കെ ഉണ്ട്, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ റിദ്ദത്തിന്റെ, കുഫ്രിയത്തിന്റെ വാദങ്ങൾ പ്രചരിപ്പിക്കാനാവരുത് തസൂഫ്, അല്ലെങ്കിൽ അതിൻ്റെ പദം, അതിൻ്റെ നാമം ഉപയോഗപ്പെടുത്തേണ്ടത്. ഇനിയുണ്ട് ഇവരുടെ കാര്യം പറയുന്നു. അത്താസി 9-ാമത്തേത് അൽ-യഖീനു ഫീ ദുഖൂനി ശക്കി. അപ്പോൾ വസ്വാസ് ഉണ്ടാക്കാൻ ആളുകൾ വരും, ഷെക്കുണ്ടാവും. അത് ശരിയാണോ, ഇത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇബ്ലീസ് അതിനായിട്ട് നിൽക്കും. ഭൗതികമായി ഇബ്ലീസ് പറ്റിക്കുമ്പോൾ ഇത് ഷേഖ് തങ്ങളടുത്ത് പോലും വന്നു, നല്ല വെള്ളിക്കിണ്ണവും വെള്ളി ഗ്ലാസും വെള്ളി പ്ലേറ്റും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ആരാധനാ വൈഭവത്തിൽ പടച്ച റബ്ബ് പ്രസാദിച്ചിരിക്കുന്നു, വലിയൊരു തേജസ്വിയുടെ രൂപം സ്വീകരിച്ചാ വന്നത്. നിങ്ങൾ ഇബാദത്ത് ചെയ്ത് 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 അള്ളാഹുവിന് വല്ലാത്ത സംതൃപ്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ദുന്യാവിൽ നിന്ന് തന്നെ പ്രത്യേകമായ ചില ഓഫറുകൾ നൽകുന്നു. ഇനി വെള്ളിക്കിണ്ണത്തിലും താലത്തിലും ഭക്ഷണം കഴിച്ചാൽ മതി, ഈ വെള്ളിച്ചഷകം ഉപയോഗിച്ച് വെള്ളം കുടിച്ചാൽ മതി, അത് നിങ്ങൾക്കുള്ള പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ഒരു ഓഫറാണെന്ന് ഒരൊറ്റ അട്ടഹാസമാണ് ഷെയ്ഖ് മൊയ്തീൻ തങ്ങൾ
എൻ്റെ വല്ലിപ്പയാകുന്ന മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച റബ്ബ് ഇത് അനുവദിച്ചു കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്കെന്നും പറഞ്ഞിട്ട്. ഇതാണ് വിജ്ഞാനത്തിൻ്റെ മുകളിൽ തസവ്വുഫ് സ്ഥാപിച്ചാലും വിജ്ഞാനമില്ലാതെ താന്തോന്നിത്തങ്ങൾക്കും അവനവൻ്റെ മനസ്സിലെ ചിന്തകൾക്കും തസവ്വുഫ് എന്ന് പേരിട്ടാലും തമ്മിലുള്ള വ്യത്യാസം. ഷേഖ് തങ്ങൾക്ക് ഓടിക്കാൻ കഴിഞ്ഞു ഇബ്ലീസിനെ. എന്തുകൊണ്ട്? 10-30 കൊല്ലാണ് വിജ്ഞാനവും തേടി വിവിധരായ ഷെയ്ഖുമാരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നത്, അവരുടെ മുമ്പിലിരുന്ന് ഓതി പഠിച്ചത്. ഈ വിജ്ഞാനത്തിൻ്റെ ഗരിമയിൽ നിൽക്കുമ്പോൾ വസ്വാസിലേക്കും ഷക്കിലേക്കും കൊണ്ടുപോകാൻ ഇബ്ലീസ് വരുമ്പോൾ ആ ഇബ്ലീസിനെ ഓടിച്ചു വിടാൻ സാധ്യമാണ്. മനുഷ്യന്, മുഅ്മിനായ മനുഷ്യന്, ആണിന് ഈ ആഭരണങ്ങളൊന്നും ഇസ്ലാം ബേസിക്കലി അടിസ്ഥാനപരമായി അനുവദിച്ചതല്ല, നിഷിദ്ധാണ്. കാരണം ആണിൻ്റെ രീതി അതല്ല. ഇങ്ങനെ കുണിഞ്ഞ് ഇങ്ങനെ സൗന്ദര്യം പ്രകടിപ്പിക്കാനും ഇതിനൊക്കെ ഉള്ളതാണ് ഈ ആഭരണങ്ങൾ. പിന്നെ അതിലൊരു എക്സ്ക്യൂസ് നടത്തിയതാണ് വെള്ളിയുടെ ഒരു മോതിരം. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, വെള്ളിയുടെ ഒരൊറ്റ മോതിരം. രണ്ടാമത്തേത് പാടില്ലെന്നാണ്, കറാഹത്താണെന്നതിൽ തർക്കമില്ല. ഹറാമെന്ന് പറഞ്ഞ ഇമാം മർദബീലി തങ്ങളെ പോലെയുള്ളവരുണ്ട്. മഹാനുഭാവന്റെ അൽ അൻവാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് അങ്ങനെ കാണാം. അത് ധരിക്കേണ്ടത് വലത് കൈയിൻ്റെയോ ഇടത് കൈയിൻ്റെയോ ഈ ചെറിയ വിരലിലാണ്, ഇങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. പലരും മോതിരവിരൽ എന്ന് പറഞ്ഞിട്ട് ഇതുമേണ് മോതിരടൽ. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലൊക്കെ ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു വെള്ളിച്ചങ്ങൽ അവർ കയ്യിൽ ഇങ്ങനെ കെട്ടി നടക്കുക, ഹറാമാണ്. പുരുഷന് വെള്ളി ഹലാലാന്നും പറഞ്ഞിട്ടാണ്, നല്ല രീതിയിലാണത്. അവർക്ക് സ്വർണ്ണം ഇടാൻ കാശുണ്ടാവും, പക്ഷേ സ്വർണ്ണ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ടാണ് അവർ വെള്ളിയിലേക്ക് കയറുന്നത്. വെള്ളിയുടെ ഒരു ചെയിനിട്ട് നടക്കുന്ന കണ്ടക്ടർമാരെ കാണാം, ചെറുപ്പക്കാരെ കാണാം, പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അത്തരം ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഹറാമാണ്, ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല ആണിന്. അതൊക്കെ പെങ്ങൾക്ക് കൊടുക്കപ്പെട്ടെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. വെള്ളിക്കിണ്ണത്തിൽ ഇനി ഭക്ഷണം കഴിച്ചോളണം, താങ്കളുടെ ആരാധനാ വൈഭവത്തിൽ പടച്ച റബ്ബ് സംതൃപ്തനാകുന്നു, അതുകൊണ്ട് അനുവദിച്ചതാന്ന് പറഞ്ഞ് ഷെയ്ഖ് വരുമ്പോൾ, ഷെയ്ഖിൻ്റെ കോലത്തിൽ ഇബ്ലീസ് വരുമ്പോൾ ഓടിച്ചു വിടുന്നതാണ് സൂഫി പാരമ്പര്യം, ഔലിയാക്കളുടെ പാരമ്പര്യം. അപ്പം ഷെക്കിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇബ്ലീസ് വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്തൊക്കെ ദീനിൻ്റെ ഇൽമിൽ പിടിച്ചു നിൽക്കണം. 10ാമത്തേത് അസ്സുകൂനു ഇലല്ലാഹി അസ്സ വജൽ മിനൽ ഇൽതുറാബി വൽ വഹ്ശതി. ആദർശപരമായി പടക്കൽ വരാൻ പാടില്ല. മറ്റുള്ള ആളുകളിൽ നിന്ന് അനുഷ്ഠിച്ചു വരുന്ന പരമ്പരയായി ലഭിച്ചൊരു ആദർശമുണ്ട്, വിശ്വാസമുണ്ട്, അതിൽ നിന്ന് ഒറ്റപ്പെടാൻ പാടില്ല. വഹ്ശത്ത്, അതിൽ നിന്ന് ഒറ്റപ്പെടാൻ പാടില്ല. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ നാം തന്നെയാണ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ സെക്രട്ടറി പത്രക്കാരോട് പറയുന്നുണ്ട്, ഞാൻ ദൈവമാണ്, നിങ്ങളൊക്കെ ദൈവമാണ്, അഹം ബ്രഹ്മാസ്മിയൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. എന്താണ് അഹം ബ്രഹ്മാസ്മി? എന്താ തത്വമസി? എന്താ ബ്രഹ്മം ച? എന്താണ് ഈ അദ്വൈതം എന്നതുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹുവിനറിയാം. ശ്രീശങ്കരൻ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച അദ്വൈതമുണ്ട്, അത് പരിശുദ്ധ ഇസ്ലാമുമായി ഒരു നിലക്കും ബന്ധപ്പെട്ടു പോകാത്തത്. സർവമത സത്യവാദത്തെ കുറിച്ച് പറയണം നമുക്ക്. പരിശുദ്ധ ഇസ്ലാമുമായി ശ്രീശങ്കരൻ്റെ അദ്വൈതമാവട്ടെ, ഇതിന് മറു ആദർശങ്ങളായിട്ട് രൂപപ്പെട്ട 4 ദർശനങ്ങൾ വേറെയുണ്ട്. ശരിക്കും ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്ന ന്യായം, സംഖ്യം, വൈശേഷികം, പതഞ്ജലിയുടെ ഈ ഇപ്പം നമ്മൾ കാണുന്ന ഈ ആർട്ട് ഓഫ് ലിവിംഗ് ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള യോഗം, വേദാന്തം, മീമാംസാ ദർശനം, ഇതാണ് ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ദർശനങ്ങൾ. ഇതിൽ വേദാന്തം എന്ന് പറയുന്ന ദർശനത്തിൻ്റെ ഉപഘടകങ്ങളാണ് ഈ അദ്വൈതം മുതൽ ദ്വൈതം, വിശിഷ്ടാദ്വൈതം, ശുദ്ധാദ്വൈതം, ദ്വൈദ്വാദ്വൈതം എന്ന് പറയുന്ന 5 ദർശനങ്ങൾ. ഇതിലൊന്നുപോലും പരിശുദ്ധ ഇസ്ലാം പറയുന്ന ആദർശമല്ല. എല്ലാം കൂടി ഒന്നാവണമെന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഇതെല്ലാം കൂടി ഒന്നാണെങ്ങനെ തീരുമാനിക്കുക? ഈ 5 ദർശനങ്ങളിൽ ഒന്നുപോലും മറ്റൊന്നിനോട് സാമ്യമല്ല. എന്നിട്ട് പറയാം സർവമത സത്യവാദം, എല്ലാ മതവും ശരിയാണ്. മതക്കാര് തുടങ്ങിയിട്ട് 120 കൊല്ലമായിട്ടുള്ളൂ. പക്ഷേ ഇസ്ലാം എന്ന് പോലും അയാൾ പറയുന്നില്ല. ഞാൻ ഓരോന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആവശ്യാനുസരണം സമയാനുചിതമായി അത് സംസാരിക്കാം. ഈ പറയുന്ന 5 ദർശനങ്ങൾ ശ്രീശങ്കരനാണ് അദ്വൈതം പ്രചരിപ്പിച്ചത്. അദ്ദേഹമല്ല അതിൻ്റെ ഉപജ്ഞാതാവ്. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഗുരുവായിരുന്ന നാരായണൻ എന്ന് പറയുന്ന മഹർഷിയാണ് ഇത് ആദ്യമായി ഉണ്ടാക്കിയത്.
പിന്നെ ശ്രീ ശങ്കറിലേക്ക് അത് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹമാണ് പ്രസ്ഥാനത്രയം എന്നറിയപ്പെടുന്ന ഹൈന്ദവ ഗ്രന്ഥങ്ങൾ 12 കാണും. ദശോപനിഷത്തുകൾ 10 ഗ്രന്ഥങ്ങളും പിന്നെ ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ബദരായണ മഹർഷിയുടെ ഗ്രന്ഥവും പിന്നെ ശ്രീമദ് ഭഗവത്ഗീതയും മൊത്തം 12. ഇതിനാണ് പ്രസ്ഥാനത്രയം എന്ന് പറയാം. ഈ ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തി അദ്വൈതത്തെ വ്യാഖ്യാനിക്കുകയും അതിന് ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ പ്രമാണബദ്ധത തെളിയിക്കുകയും ചെയ്ത ആളാണ് ശ്രീശങ്കരൻ. അദ്ദേഹത്തിലേക്കാണ് അത് പിന്നീട് അറിയപ്പെട്ടത് ശ്രീശങ്കരാദ്വൈതം. ഈ ശങ്കരാദ്വൈതം പ്രചരിപ്പിക്കാൻ വേണ്ടിയ പത്രസമ്മേളനം നടത്തുന്നത്. ഇവരത് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ് ഒന്നുകൂടെ. ഇത് സ്നേഹം കൊണ്ട് ഉപദേശിക്കുന്നതാണ്. ഇത് സ്നേഹം കൊണ്ട് മാത്രം പറയുന്നതാണ്. ശ്രീ ശങ്കരാദ്വൈതത്തിൽ ഈ കാണുന്നതെല്ലാം മായയാണ്, ഇല്ലാത്തതാണ്. അത് വിശദീകരിക്കാൻ മണിക്കൂറുകൾ വേണ്ടി വരും. മാക്സ് മുള്ളറിൻ്റെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, ഇന്ത്യയിലെ ഷഡ്ദർശനങ്ങൾ എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ അവസാന ഭാഗം ഏകദേശം ഇത് വിശദീകരിക്കാനാണ് മാറ്റിവെച്ചത്. അത് സംബന്ധമായി വേറെയും കുറേ ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ കെ ദാമോദരൻ്റെ ഭാരതീയ ചിന്ത, നമ്മുടെ 1ാം രാഷ്ട്രപതിയായിരുന്ന രാധാകൃഷ്ണൻ്റെ ഈ ഭാരതീയ ദർശനം, ഇത്ര തടിച്ച പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഭാരതീയ ദർശനം 2 വാള്യമുണ്ട് ഇത്ര തടിച്ചത്. ഇതൊക്കെ കൂടെ വിശദീകരിക്കുന്നതാണ് ഈ പറയുന്ന സംഭവം. ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം മായയാണെന്നാണ്. ഞാനും നിങ്ങളും ഈ സ്റ്റാൻഡും മൈക്കയും പള്ളിയും ഒക്കെ മായയാണ്, ഉള്ളതല്ല. തോന്നുകയാണ് നമുക്ക് അങ്ങനെ ഉണ്ട്. പിന്നെ യഥാർത്ഥത്തിലുള്ളത് പരബ്രഹ്മം മാത്രമാണ്. അദ്വൈതത്തിലെ ദൈവം എന്താണ്? അദ്വൈതം പഠിപ്പിക്കുന്ന ദൈവം എന്താണ്? അത് നിർഗുണ ചൈതന്യം എന്നാണ് പറയാ. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നുവെച്ചാൽ ഒരു സിഫത്തും ഇല്ല. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി സമീഉൻ ബസീറുൻ ആലിമുൻ മുതകല്ലിമുൻ മുരീദുൻ. ഈ പരിപാടിയൊന്നുമില്ല. നിർഗുണം. ഈ നിർഗുണമാകുന്ന ഒരു ചൈതന്യം. അതുകൊണ്ടാണ് ഉണിത്തിരിയെപ്പോലെയുള്ള സംസ്കൃത പണ്ഡിതന്മാർ ഭാരതീയമായ നാസ്തിക ദർശനങ്ങൾ പോലെയുള്ള പുസ്തകങ്ങളിൽ അദ്വൈതത്തെ നാസ്തിക ആദർശമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ ദൈവനിഷേധമാണ് അദ്വൈതത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ സെക്രട്ടറി ഇങ്ങനെ പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് പറയാണ്, ഞാൻ ദൈവമാണ്, നിങ്ങളും ദൈവമാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ പരബ്രഹ്മത്തിൻ്റെ ഭാഗമാകുന്നു. തത്വമസി, നിങ്ങളും അത് തന്നെയാകുന്നു. അദ്ദേഹം ചിരിക്കുകയാണ്. ഇത് കുറേ മുന്നേ പറഞ്ഞതാണല്ലോ. പഴക്കമുണ്ടാകുമ്പോൾ കുറച്ച് കാലം മുന്നേ അതുണ്ടായി എന്നതിനപ്പുറം അതാണ് ഇസ്ലാം എന്ന് പറയുന്നിടത്ത് നമ്മൾ തിരുത്തേണ്ടി വരും. നമ്മളിപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടെ ആദർശത്തെക്കുറിച്ചല്ല പറയുന്നത്. അത് അതിൻ്റെതായ തലത്തിൽ നീങ്ങട്ടെ, അതിൻ്റെ ആളുകൾ അത് വിശദീകരിക്കട്ടെ. നമ്മൾ പറയുന്ന അതാണ് ഇസ്ലാം എന്നും അതാണ് ഇസ്ലാമിലെ ദൈവസങ്കല്പം എന്നും പറയുമ്പോൾ അതല്ലെന്ന് പറയാൻ ഇസ്ലാമിക പ്രബോധകരെന്ന രീതിയിൽ നമ്മൾ നിർബന്ധിതരാകും. ഇത് പറയാതെ പറ്റൂല. എന്നിട്ട് പറയാം ഓരോരുത്തരുടെയും ഉള്ളിലാണ് ദൈവം. ഇദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്ന ഒരു പോയിന്റാണ്, നമ്മൾ നിസ്കരിക്കുന്നത് ഏതോ ഒരു അന്യ ദൈവത്തിനൊന്നുമല്ല, നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലുള്ളൊരു ദൈവമുണ്ട്, അതിനു വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഇതാണോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? 2-ാം അധ്യായം സൂറത്തു അൽ ബഖറയുടെ 255-ാമത്തെ വാക്യം കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഇലാഹിനെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു. അല്ലാഹുവിനരികിൽ അല്ലാഹു സമ്മതം നൽകാതെ ശുപാർശ ചെയ്യാൻ ആർക്കുണ്ട് അധികാരം? ഓരോരുത്തരുടെയും ഉള്ളിലാണ് അത്രേ ദൈവം. പിന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് ആർക്കാ ശുപാർശ ചെയ്യാൻ പറ്റുക എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എത്ര സൂക്തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ സഗുണനായ ഒരു ഹൈന്ദവ ഫിലോസഫിയുടെ ഭാഷയാണത്. എന്നുവെച്ചാൽ സിഫത്തുകളുള്ള, കാണുന്ന, കേൾക്കുന്ന, എല്ലാം അറിയുന്ന, സർവശക്തനായ, മുരീദായ, റാസിഖായ, നമുക്ക് ജീവിതം നൽകിയ, ഹയ്യായ, ഖയ്യൂമായ, ഖാദിറായ അള്ളാഹുവിനെയല്ലേ മതം പഠിപ്പിക്കുന്നത്. ഖുർആനിൽ എത്ര വചനങ്ങളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇഖ്ലാസ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഖുർആനിൽ അധ്യായമില്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക റസൂലേ, അള്ളാഹു ഏകനാകുന്നു. എല്ലാവരുടെയും ഉള്ളിലാ ദൈവം എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യരുണ്ട് അത്രക്ക് ദൈവം വന്നില്ലേ? പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക റസൂലേ, അള്ളാഹു ഏകനാകുന്നു.
അവൻ സ്വമതാകുന്നു, ഒരാളെയും ആശ്രയിക്കാത്തവനാകുന്നു. അവൻ ജാതനല്ല, അവൻ പ്രസവിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടിട്ടില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി ഒന്നുമേയില്ല. ഇത് അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് ശൂറയുടെ 11-ാമത്തെ വചനത്തിൽ, ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമേയില്ല. ഈ ഇലാഹിനെയാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഈ ഇലാഹിനെയാണ് ആദം നബി മുതൽ ഹബീബായ റസൂൽ തങ്ങൾ വരെയുള്ള 1,00,000 ചില്വാനം പ്രവാചകന്മാർ ലോകത്തോട് പ്രബോധനം ചെയ്തത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ പൂർവീകരാകുന്ന പ്രവാചക സഹോദരന്മാരും പ്രചരിപ്പിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠ വചനം ഈ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നാണ്. അതാണ് യേശു പറഞ്ഞത്. മർക്കസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഇസ്രായേലെ കേൾക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കർത്താവ്, ഏക കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതേ വചനം ബൈബിളിൽ എത്ര ആവർത്തിച്ച് വരുന്നുണ്ട്. ഇദ്ദേഹം ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ബൈബിളിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് വരണം. ഇത് എത്ര ബൈബിൾ വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി 40 ദിവസം മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി സാത്താൻ. അവസാനം കല്ലെടുത്തിട്ട് അപ്പാക്കാൻ പറയുന്നുണ്ട്, ചാടാൻ പറയുന്നുണ്ട്, പല അത്ഭുതങ്ങളും കാണിക്കാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് വെച്ച് യേശു ക്രിസ്തു പറയുന്ന വാക്യം, സാത്താനെ പോകൂ, നമ്മുടെ ദൈവം ഏകദൈവം, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശുദ്ധ ലിഖിതത്തിലുണ്ടല്ലോ എന്നാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എല്ലാ പ്രവാചകന്മാരും ഇതാണ് പഠിപ്പിച്ചത്. ഹൈന്ദവ ആദർശ ഗ്രന്ഥങ്ങളിൽ നമുക്ക് അതാണ് കാണാൻ പറ്റുന്നത്. ഏകനാകുന്ന ദൈവത്തെക്കുറിച്ച്, കണ്ണിന് കാഴ്ച നൽകുന്നവൻ, അവനാണ് ദൈവം. കേനോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ചെവിക്ക് കേൾവി നൽകുന്നവൻ, കേൾക്കാൻ പറ്റാത്തവൻ, ദൈവത്തെ കേൾക്കാൻ പറ്റില്ല, പക്ഷെ അവൻ ചെവിക്ക് കേൾവി നൽകുന്നു. ഇതേ ഉപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ തന്നെ 7-ാമത്തെ വാക്യം. യച്ചുചാന പക്ഷതീയന ചംചുംക്ഷി പക്ഷതി തഥൈവ ബ്രഹ്മത്തം വിദ്ധി ഏതം വിദിതമുപാസതേ. കേൾക്കാൻ പറ്റൂല്ല അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റില്ല. അള്ളാഹുവിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേൾക്കും, അതേക്കുറിച്ചല്ല. എന്നാൽ കേൾവി നൽകുന്നവൻ അവനാണ്. കാഴ്ചയല്ല, കാഴ്ച നമുക്ക് നൽകുന്നത് റബ്ബാണ്. പക്ഷെ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടുകൊണ്ട് നിങ്ങൾ ദൈവമെന്ന് വിചാരിച്ച് ആരാധിക്കുന്നത് ഏതൊന്നും ദൈവമല്ലെന്ന് അറിഞ്ഞു മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ് കേനോപനിഷത്തിൽ പറയണത്. എന്നിട്ട് പറയാ, എല്ലാവരുടെയും ഉള്ളിലുള്ള ദൈവത്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഇതല്ല തസവുഫ് എന്ന് പൂർവിക പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോ മാനസികമായി ചാഞ്ചല്യം വരും. കുറെ അവിടെ ഇവിടെയൊക്കെ വായിക്കുമ്പോൾ ബേസിക്കലി ഇസ്ലാം പഠിച്ചിട്ടില്ലെങ്കിൽ, ഖുർആനും സുന്നത്തും പഠിച്ചിട്ടില്ലെങ്കിൽ പഴവ് വന്നു പോകും. അങ്ങനത്തെ വസ്വാസിൽ നിന്ന് പൂർണ്ണമായി മാറി അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. അവനാണ് സൂഫി. ഇതെല്ലാം കഴിഞ്ഞിട്ട് സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഇസ്തഹഖ ബിഹൽ ഇസ്മു, സൂഫി എന്ന പേര് അവന് വിളിക്കാം. വഇല്ലാ ഫഹുവ കാദിബുൻ, അല്ലെങ്കിൽ അവൻ കള്ളനാണ്. ഇത് നമ്മുടെ ആരുടെയെങ്കിലും വാദമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ അബൂ നഈം ഉദ്ധരിക്കുന്ന അതിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 22-ാം പേജിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ വിലയിരുത്തിയിട്ട് ഓരോ സൂഫി ഇസ്ലാമിക് ബോർഡും അസോസിയേഷനും ആലോചിക്കുക, നമ്മളാണോ സൂഫി അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന്. കുറച്ചുകൂടെ ദീർഘമായി അതിൻ്റെ വിശദീകരണങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് നീങ്ങുന്നു. ഒരു സൂഫി ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 അടിസ്ഥാന പ്രമാണങ്ങൾ ഉണ്ടാകണം. നഖ്ശബന്ദി ഇമാമിൻ്റെ തൻവീറുൽ ഖുലൂബിൻ്റെ 366-ാം പേജിൽ ആണ് എൻ്റെ മുമ്പിലുള്ളത്. ഞാനത് ഓരോന്ന് അറബി കൂടെ ഉപയോഗപ്പെടുത്തിയാൽ എൻ്റെ സമയം കുറേ പോകും എന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ആശയം മാത്രം പറയാം. രഹസ്യത്തിനും പരസ്യത്തിനും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇസ്തിഖാമത്ത് സൂറത്ത് ഫുസ്സിലത്തിന്റെ 30 മുതൽ 31, 32, 33 വാക്യങ്ങൾ നമുക്കറിയാലോ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. ഈ ഇസ്തിഖാമത്ത് ആരാണ്? അല്ലാഹു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് റബ്ബ് എന്ന് പറയണം. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചൈതന്യം ഉണ്ട്, അതാണ് എൻ്റെ ദൈവം എന്നല്ല പറയേണ്ടത്. അള്ളാഹുവാണ് റബ്ബ് എന്ന് പറയണം. സുമ്മ ഇസ്തഖാമു,
പിന്നെ ആ സന്മാർഗത്തിൽ എന്തൊക്കെ പ്രതിസന്ധിയും എന്തൊക്കെ പ്രകോപനങ്ങളും ആരൊക്കെ പ്രലോഭനങ്ങൾ നടത്തിയാലും അതിനൊന്നും വശംവദനാവാതെ പിടിച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ സാധിക്കണം. ഇതാണ് സൂഫിയിൽ ഉണ്ടാകേണ്ട അടിസ്ഥാന നിയമങ്ങളിൽ ഒന്ന്. സമ്പൂർണമായ സൂക്ഷ്മത കാണിക്കണം. സമ്പൂർണമായ സൂക്ഷ്മത. ഇപ്പൊ നമ്മൾക്ക് പലജാതി സംഗതികൾ ദുന്യാവിൽ കാണുമ്പോൾ അത് അലങ്കാരമായിട്ട് തോന്നും. സാധാരണ മനുഷ്യരൊക്കെ ചിലപ്പോഴൊക്കെ അതിൽ പെട്ടുപോവുകയും ചെയ്യും. സൂഫി അങ്ങോട്ട് പോകില്ല, തിരിഞ്ഞു നോക്കൂല. അതിനുവേണ്ടി വിരക്തരായി പലരും മല കയറുന്നത്. അതിനുവേണ്ടിയാണ് പലരും ഏകാന്തത തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ വിജ്ഞാനത്തിന്റെ പിന്തുണയോടുകൂടെ ആവണം അതൊക്കെയും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ജാതി അബദ്ധങ്ങൾ വരാനുണ്ട്. രണ്ടാമത്തെ കാര്യങ്ങളിൽ വാക്കിലാവട്ടെ, പ്രവൃത്തിയിലാവട്ടെ, വിശ്വാസത്തിലാവട്ടെ നബിയുടെ ചര്യ സമ്പൂർണമായി അവലംബിക്കാൻ കഴിയണം. മുത്തറസൂലിന്റെ സ്വഭാവ വിശേഷണങ്ങൾ പഠിക്കണം, ഉൾക്കൊള്ളണം. അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങൾ ഞാൻ 2 ക്ലാസ്സിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഉദ്ധരിച്ചു. ഷെയ്ഖ് മുഹിദ്ദീൻ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, തിർ ഇലൽ ഹഖ്, ഹഖ് തആലയിലേക്ക് നീ പറന്നു പോവുക. എങ്ങനെ? ബിജനാഹയിൽ കിതാബി വസുന്ന, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും 2 ചിറകുകൾ ഉപയോഗപ്പെടുത്തിയിട്ട്. റബ്ബിലേക്ക് എത്താൻ പറക്കേണ്ട ചിറകുകളിൽ ഒന്ന് പരിശുദ്ധ ഖുർആനായിരിക്കണം. രണ്ടാമത്തേത് തിരുഹദീസുകളാവണം. ഇതിൽ നിന്ന് മാറി തോന്നിയതുപോലെ ആദർശം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അത് ഇസ്ലാമികമല്ല, അത് സൂഫിസമല്ല, അത് വിലായത്തല്ല, അത് ത്വരീഖത്തല്ല, അത് ഹഖീഖത്തല്ല. സൂഫിക്കല്ല അനുവദനീയാണെന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിൽ തിരുത്തുവരുത്താൻ പറ്റണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വാക്യം കൃത്യമായി പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ബിക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമാണ്. അതിൽ തിരുത്തുവെടുത്താൻ പിൽക്കാലത്ത് ഒരാൾക്കും സാധ്യമല്ല. അവൻ എത്ര വലിയ ആളാണെന്ന് സ്വയം തോന്നിയാലും. സൂഫിക്കല്ല അനുവദനീയാണ്. സാധാരണ മനുഷ്യർക്ക് അനുവദനീയായതുപോലും മാറ്റി വെക്കുന്നവരാണ് സൂഫികൾ, ഔലിയാക്കൾ, യഥാർത്ഥ ഷെയ്ഖുമാർ, മുരീദുമാർ, ഈ ത്വായിഫത്തിലെ സംഘത്തിലെ അംഗങ്ങൾ. അല്ലാതെ എല്ലാം അനുവദനീയമാണെന്നവരല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യണം എന്ന് പറഞ്ഞാൽ മുത്തറസൂൽ പഠിപ്പിച്ച അള്ളാഹുവിനെ അംഗീകരിക്കണം എന്ന്. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കാനല്ല വന്നത്. ഇവരുടെ പ്രസിഡന്റാണ് അത്ര പത്രസമ്മേളനത്തിൽ തൊട്ടപ്പുറത്തുനിന്ന് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്നിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സ്നേഹമാണ് പ്രചരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്നേഹം പ്രചരിപ്പിച്ചു എന്നതിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു പരിശുദ്ധ ഖുർആൻ വഴി നമുക്ക് ഓതി തന്ന സംഗതികളൊക്കെ എന്താണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, സൂറത്ത് ആൽ ഇംറാന്റെ 18-ാമത്തെ വാക്യം. അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യ യോഗ്യമായ ഏക മതം ഇസ്ലാമാണ്. ഈ ആയത്തിനെ പോലും കോട്ടി മാറ്റി വൃത്തികേടാക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇയാൾ പറയാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ നല്ലൊരു മാനവനാണ്, എന്താണ് നല്ലൊരു മാനവീയമായ നല്ല സ്വഭാവം, അതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹി. അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള അടുത്ത് മുപ്പര് പെട്ടെന്ന് സ്ലിപ്പാകുന്നുണ്ട്. അൽ ഇസ്ലാം വഴിപ്പെടലാകുന്നു. അപ്പോൾ ഏറ്റവും നല്ല മാനവികത വഴിപ്പെട്ട് ജീവിക്കലാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഭൂലോകത്ത് ഈ സൂഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇവർ സംഘടന രൂപീകരിച്ചത് 2013 അവർ പറയുന്നുണ്ട്. ഇതുവരെ ഇസ്ലാമിക ലോകത്ത് ആധികാരികമായ ഏതെങ്കിലും ഒരു പണ്ഡിതൻ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1-ാം അനുയായിയാകുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതൽ പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇങ്ങനെ ഇതിനൊരു വ്യാഖ്യാനം നടത്തിയിട്ടുണ്ടോ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കിൽ സ്വീകാര്യ യോഗ്യമായ ഏക ആദർശം ഇസ്ലാമാണെന്നാണ്. അപ്പോ സർവമത സത്യവാദമോ എന്നൊരു ചോദ്യം വരും. ഇത് തീവ്രവാദമല്ലേ എന്ന് വരും. അന്യത്ര നമ്മൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഈ ആയത്ത് അങ്ങനെ. ഇതേ അധ്യായത്തിന്റെ 85-ാമത്തെ വചനം എന്താണ്? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിനെ അല്ലാതെ ആരെങ്കിലും ആദർശ പ്രസ്ഥാനമായി സ്വീകരിച്ചാൽ ഫലം യുഖ്ബല മിൻഹു, അത് അസ്വീകാര്യമാണ്. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് വലിയ പരാജയത്തിലേക്ക് അകപ്പെടുന്നു. ഇവിടെ എനിക്ക് എൻ്റെ ഒരു സഹോദരൻ ഒരു ചങ്ങാതിയുടെ ഒരു ക്ലിപ്പ് കിട്ടുന്നു.
അതിലുള്ള എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമാണ് ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനം. എന്തുകൊണ്ടാണ് അതെന്ന് ഈ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുന്നുണ്ട്. 5 നേരം പള്ളിയിൽ നിന്ന് അള്ളാഹു മാത്രം വലിയവൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് അവർ പറയുന്നുണ്ട് എന്നാണ്. സത്യമായിട്ടും അത് പറയണില്ലേ? അതോടുകൂടെ എങ്ങനെ ഭീകരവാദാവൽ? ഈ സർവമത സത്യവാദം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സറിഞ്ഞ് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണോ? ഇപ്പൊ രാവുമാണ് പകലുമാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിക്കുമോ? 2 കൂട്ടിയാൽ 4 8 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏകദൈവത്തെ നിഷ്കളങ്കമായി പഠിപ്പിക്കുന്ന ഇസ്ലാം, തൃത്വദൈവത്തെ പഠിപ്പിക്കുന്ന ക്രൈസ്തവത. തൃത്വദൈവം നമുക്കറിയാലോ, പരിശുദ്ധാത്മാവും യഹോവയാം പിതാവും യേശുവാം പുത്രനും ചേർന്ന തൃത്വദൈവം. പിന്നെ നിരവധിയായ ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റാദർശങ്ങൾ. ഇത് 3 എങ്ങനെ ഒരുപോലെ ശരിയാവാന്ന്? ഇതിലേത് ശരിയെന്നത് മറ്റൊരു ചർച്ചയാണ്. പരിശുദ്ധ ഇസ്ലാം പറയുന്നു ഏക സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല എന്ന്. അത് ബാങ്കിൽ മുഅ്മിനീങ്ങളെല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്. അതോടുകൂടെ ഭീകരാവൂല. അള്ളാഹു ഏറ്റവും വലിയവനാന്ന് പറയുമ്പോൾ വേറുള്ള ദൈവങ്ങളൊക്കെ ചെറുതാന്നാണ് പറയണത്. വേറൊരു ദൈവം ഉണ്ട് എന്ന് ഇസ്ലാമിന് വാദമല്ലല്ലോ. വേറൊരു ദൈവമില്ല, പിന്നെ അങ്ങനെ വേറെ ദൈവങ്ങളെല്ലാം ചെറുതാന്നാണ് ഈ പറയണതിൻ്റെ അർത്ഥം എന്ന് പറയാൻ. വേറൊരു ദൈവമില്ല. ഇതൊന്നും ഭീകരവാദമൊന്നുമല്ല. നമ്മൾ വേറെ കുറച്ച് സംഗതികളൊക്കെ പരിശോധിച്ച് നോക്കുക. സ്വാമിയല്ലാതെ ശരണമില്ല അയ്യപ്പ. ഇപ്പോൾ മണ്ഡലക്കാലല്ലേ, പല നാട്ടിലും അഖണ്ഡനാമൊക്കെ തുടങ്ങാൻ പോകണം. എന്താ അതിൻ്റെ അർത്ഥം? സ്വാമിയല്ലാതെ ശരണമല്ല അയ്യപ്പ, സ്വാമി ശരണം അയ്യപ്പ ശരണം. സ്വാമി മാത്രമാണ് ആശ്രയം എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വാമി അല്ലാതെ മറ്റൊരു ശരണവും ഇല്ല എന്നാണ്. അയ്യപ്പ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ പേരാണ്, നമുക്കറിയാലോ. ഇതെന്താ ഭീകരവാദമാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം ഇതുവരെ ഇതൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് അവരുടെ ആദർശമാണ്, അത് അവർ പറയട്ടെ എന്ന്. ത്രിയേക ദൈവമല്ലാതെ മറ്റേതെങ്കിലും ഒരു ദൈവവിശ്വാസം സിദ്ധാന്തം അനുഭവിച്ചാൽ, ആശ്രയിച്ചാൽ, വിശ്വസിച്ചാൽ അത് ശരിയായ പാതയിലാണെന്ന് ക്രൈസ്തവ സൊസൈറ്റിയിൽ ആർക്കെങ്കിലും വാദമുണ്ടോ? പല ക്രൈസ്തവരുടെയും പ്രബോധകരുടെയും ഒക്കെ പ്രഭാഷണങ്ങൾ കേട്ടാൽ പടച്ച റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തേക്ക് അവർ ഏത് വിധം മലിനമായി വൃത്തികെട്ട രീതിയിൽ പ്രമാണവിരുദ്ധമായാണ് അവതരിപ്പിക്കുന്നത്. ഒരു സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ ഉണ്ട്, അയാൾ ഏതോ ഒരു ആൾജീറിയയിലോ മറ്റോ ഇരുന്നിട്ട് ക്ലിപ്പുണ്ടാക്കലാണ് അയാളുടെ പണി. പരിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ആദർശങ്ങളെയും പ്രത്യേകിച്ച് അള്ളാഹുവിനെയും എത്ര വൃത്തികെട്ട രീതിയിലാണ് അയാളും അയാളെപ്പോലെയുള്ള കുറച്ച്, അത് ക്രൈസ്തവരുടെ പൊതുസമൂഹത്തിൻ്റെ രീതിയൊന്നുമല്ല കേട്ടോ, ക്രൈസ്തവരുടെ പൊതുസമൂഹത്തിൻ്റെ രീതിയൊന്നുമല്ല. ഇയാളെപ്പോലെയുള്ള കുറച്ച് ആളുകളും അവതരിപ്പിക്കുന്നത്, അവരുടെ പ്രഭാഷണമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വസ്തുതാ വിരുദ്ധം, രണ്ടാമത്തേത് തീരെ പ്രമാണ വിരുദ്ധം 100%. ഇസ്ലാമിലെ വാദങ്ങൾ എന്താണെന്ന് പോലും പഠിക്കാതെ അവരങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് അള്ളാഹു എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഈ ലാത്തയിൽ നിന്നൊക്കെ പോന്നതാണെന്നാണ്. അല്ലാത്ത എന്ന് പറഞ്ഞിട്ട് അല്ലാഹു എന്നായതാണ് എന്നാണ് സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ വാദിക്കുന്നത്. അല്ലാത്തിന്റെ അവസാനം ബാത്ത ആണ്, അത് അല്ലാത്തു തന്നെയാണ് പറയേണ്ടത്. അള്ളാഹു എന്നുള്ളത് വഖഫ് ചെയ്യണ സമയത്ത് ഹ ആയി പോവുകയാണെന്നാണ് ഈ പോയത്തക്കാരൻ പറയണത്. വഖഫ് ചെയ്യണ സമയത്ത് ഹ ആയി പോണത് ബാത്ത അല്ല, ഹാത്ത ആണ്. ഒന്ന്, ആ ഒരക്ഷരം തന്നെ അള്ളാഹു എന്നതിലില്ല. അള്ളാഹു എന്നതിൽ 5 അക്ഷരാണുള്ളത്. ഹംസ്, 2 ലാമ്, പിന്നെ നീട്ടാൻ കൊടുക്കുന്ന ഒരു അലിഫ്, പിന്നീട് ഒരു ഹ. ഇതാണ് അള്ളാഹു. അപ്പൊ ഇത് ഗോത്രവർഗക്കാരുടെ പ്രതിഷ്ഠയായിരുന്ന ദൈവമാണെന്നാണ് ഇവരൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പരമാബദ്ധമാണത്. അറബിയിലുള്ള ബൈബിളിൽ അള്ളാഹു എന്നാണ് ദൈവത്തെക്കുറിച്ച് മുഴുവൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഈ സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ ക്രിസ്ത്യാനിസ് എന്താന്ന് പഠിക്കുന്നതിൻ്റെ മുമ്പ് ഈജിപ്ഷ്യൻ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ഡമസ്കസിൽ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. അവരെല്ലാവരും അവർ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് അള്ളാഹു എന്നാണ് പറയുന്നത്. ഇപ്പോഴും അറബി ബൈബിൾ നമ്മൾ മൊത്തം പരിശോധിക്കുക, ദൈവത്തെ പരാമർശിക്കുന്നിടത്ത് മൊത്തം അള്ളാഹു എന്നാണ്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ ഉദ്ധരിക്കാം. ഫിൽ ബദ്ഇ കാനൽ കലിമ അൽ കലിമത്തു ഹുവല്ലാഹു അൽ കലിമത്തു ഹുവല്ലാഹ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു. കാനഫിൽ ബദി അൽ കലിമ, അങ്ങനെയാണ് ചിലയിടത്ത്.
അൽ കലിമത്തു ഇൻദല്ലാഹ് അൽ കലിമത്തു ഹുവല്ലാഹ്. ഈ അള്ളാഹു എന്ന പ്രയോഗം അല്ലാത്തയിൽ നിന്ന് വന്നതാണെന്ന് വിശദീകരിക്കേണ്ടത് സെബാസ്റ്റ്യൻ മുന്നക്കലാണ്. ബൈബിളിലുള്ളതല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എല്ലാം ശരിയെന്ന് പറയുന്നതല്ല മതസൗഹാർദ്ദം. നമ്മൾ ഇതിൻ്റെ മുമ്പും അത് വിശദീകരിച്ചതാണ് കേട്ടോ, സാന്ദർഭികമായിട്ട് ഇപ്പോൾ പറയേണ്ടി വരികയാണ്. എന്നിട്ട് നമ്മുടെ സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ ആളുകൾ പറയുന്നുണ്ട്, ദേശീയ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്ന് സനാതനധർമ്മം, എന്നിട്ട് സനാതനധർമ്മത്തിന് അവർ അർത്ഥം വെക്കുന്നത് എല്ലാം ഉൾക്കൊള്ളുന്നത് എന്നാണ്. എങ്ങനെ സനാതനധർമ്മം എന്നുള്ളതിനെല്ലാം ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം വരുന്നത്? പുതിയ കാലത്ത് വോട്ടിൻ്റെ രീതിയിലേക്ക് മതങ്ങളെ മാറ്റുമ്പോൾ എല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു ശ്രമം ഉണ്ടാകും. വൈഷ്ണവരും ശൈവരും തമ്മിൽ ഇന്ത്യയിൽ എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. വൈഷ്ണവരും ശൈവരും തമ്മിൽ അന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു യോജിപ്പുണ്ടായിരുന്നു? സത്യത്തിൽ ബുദ്ധമതത്തിലേക്ക് ആളുകൾ പ്രവാഹം നടത്തിയതുപോലും ഈ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു എന്ന് പഠനങ്ങളില്ലേ? അംബേദ്കറിൻ്റെ പുസ്തകങ്ങളില്ലേ? അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലേ? അതിൻ്റെ 8-ാം വാള്യമൊക്കെ ഒന്ന് വായിക്കണ്ടേ നമ്മൾ? 5-ാം വാള്യം 8-ാം വാള്യമൊക്കെ ഒന്ന് വായിക്കണ്ടേ? അപ്പം എങ്ങനെയാണ് എല്ലാം? ഞാൻ നേരത്തെ പറഞ്ഞു, ഷഡ്ദർശനങ്ങളിൽപ്പെട്ട വേദാന്തത്തിൽപ്പെട്ട 5 ദർശനങ്ങൾ. മാധ്വാചാര്യം പറയുന്നത് ദ്വൈദ്വാണെന്നാണ്. മീൻസ് അള്ളാഹു എന്ന് പറയട്ടെ പറയാതിരിക്കട്ടെ, ദൈവം ഒന്ന് വേറെ, സൃഷ്ടികളൊന്ന് വേറെ എന്നാണ്. നേരെ മറിച്ച് ശ്രീശങ്കരൻ പറയുന്നത് എല്ലാം ഒന്നാണ്. ഇവിടെ സൃഷ്ടികളുണ്ട് എന്ന് പറയുന്നത് പോലും തോന്നലാണ്. സൃഷ്ടി, സ്രഷ്ടാവ്, സൃഷ്ടികർമ്മം ഇങ്ങനത്തെ ഒരു പരിപാടിയല്ല എന്നാണ്. നേരെ മറിച്ച് ഇതെല്ലാം ദൈവം. ഏതൊന്നു കാണുമതു നാരായണ പ്രതിമ, ഏതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ. ഏത് കേട്ടാലും നാരായണൻ്റെ ശബ്ദം, ഏത് കണ്ടാലും നാരായണൻ മാത്രം. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നത് നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് മാത്രമാണെന്നാണ്. ഈ അവിദ്യ നീങ്ങിയിട്ട് മോക്ഷം പ്രാപിക്കുന്നതോടുകൂടെ എല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാകും എന്നാണ് അദ്ദേഹം പറയണത്. ഉൾക്കൊള്ളാൻ കഴിയണില്ലല്ലേ? അതങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയൂല. പ്രായോഗിക ലോകത്ത് ശ്രീശങ്കരന് പോലും ഇത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ശത്രുക്കളോട് സംവാദം നടത്തിയത്. അദ്ദേഹം വേറെ, ശത്രു വേറെ, ആ ശത്രുക്കളുടെ ആദർശം വേറെ, ഇദ്ദേഹത്തിൻ്റെ ആദർശം വേറെ. ഇതിൻ്റെ വാദമല്ല. ധർമ്മരാജ് അഡാട്ട് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയ ശ്രീശങ്കരനും ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന പുസ്തകം നമ്മൾ പരിശോധിച്ച് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, അദ്വൈതത്തെക്കുറിച്ചല്ല നമുക്ക് പറയേണ്ടത്. അത് അതിൻ്റെതായ ആളുകൾ പറഞ്ഞ് വിശദീകരിച്ച് അവരതുമായി മുന്നോട്ട് പോകട്ടെ. ആ അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സൂക്തികളാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ പരബ്രഹ്മത്തിൻ്റെ ഭാഗമാകുന്നു. തത്വമസി, നീയും അത് തന്നെയാകുന്നു. ആത്മം ച, നമ്മിലൊക്കെ ഉള്ള ജീവാത്മാവ് എന്ന് പറയുന്ന റൂഹ്, ഇതും ബ്രഹ്മം തന്നെയാകുന്നു. അപ്പൊ ഈ കാണുന്നതൊക്കെയോ എല്ലാം മായയാണ് എന്നാണ്. എല്ലാം മായ, ഒന്നുപോലും ഇല്ല. അവരുടെ ഏറ്റവും പ്രസിദ്ധമായൊരു ശ്ലോകം നമുക്കറിയാം, ബ്രഹ്മസത്യം ജഗദ്മിഥ്യ, ബ്രഹ്മസത്യം ജഗദ്മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാ പരഹ. ബ്രഹ്മസത്യം, ബ്രഹ്മം, പരബ്രഹ്മം, പരമാത്മാവ്. ഇതാണ് ശങ്കരൻ മുന്നോട്ട് വെക്കുന്ന ഈ ദൈവം എന്ന കൺസെപ്റ്റ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, കാരണം നിർഗുണനാണ്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുണ്ടായ ഒന്നാമത്തെ സിദ്ധാന്തമാണ് വിശിഷ്ടാദ്വൈതം. ആന്ധ്രക്കാരനാകുന്ന രാമാനുജാചാര്യർ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഒന്നുമില്ലാതെ, ഒരു വിശേഷണവും ഇല്ലാതെ എങ്ങനെ ഒരു സാധനം ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വിശിഷ്ടാദ്വൈതക്കാര് ഈ അദ്വൈതത്തെ അംഗീകരിക്കണില്ല. രണ്ടും ശരിയാന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനും പറ്റൂല. കാരണം വിശിഷ്ടാദ്വൈത പ്രകാരം വിഷ്ണുവാകുന്ന ദൈവം ഉണ്ട്, അദ്വൈത പ്രകാരം കേൾക്കുന്ന കാണുന്ന സഗുണനായ ഒരു ദൈവമില്ല. സൂര്യനിൽ നിന്ന് കിരണം വരുന്നത് പോലെയാണ് വിശിഷ്ടാദ്വൈതക്കാർ അത് വിശദീകരിക്കൽ. സൂര്യന്റെ ഭാഗം തന്നെയാണ് കിരണം, എന്നാൽ സൂര്യനല്ലാത്തൊരു ഉണ്മ നിലനിൽപ്പതിനുണ്ട് എന്നാണ്. അപ്പൊ ഇവര് തമ്മിൽ യോജിച്ചു പോവോ? മാധവന്റെ ദ്വൈത്വം തികച്ചും വ്യത്യസ്തമാണ്. നിംബാർക്കൻ എന്നൊരു മഹർഷി വന്നു ദ്വൈത്വാദ്വൈതം എന്നും പറഞ്ഞിട്ട്, വല്ലഭൻ എന്ന മഹർഷി വന്നു ശുദ്ധാദ്വൈതം എന്നും പറഞ്ഞിട്ട്. ഈ 5 ദർശനങ്ങളും 6 ദർശനങ്ങളിൽ അവസാനത്തേതായ വേദാന്തത്തിന്റെ ഭാഗമാണ്. ഇതൊന്നുപോലും മറ്റൊന്നിനെ അംഗീകരിക്കണില്ല. പിന്നെയാണ് എല്ലാ മതം ഒന്നാണ്. ശുദ്ധമായ ഏകദൈവത്തെ പറയുന്ന ഇസ്ലാമും, ത്രിയേകദൈവത്തെ പറയുന്ന ക്രൈസ്തവതയും, പരദൈവത്തെ പറയുന്ന മറ്റു മതങ്ങളും ഒക്കെ ഒന്നാന്ന് എങ്ങനെയാണ് പറയാ നമ്മൾന്ന്? പിന്നെ എന്താ ഈ പ്രശ്നം? അള്ളാഹുവാണ് ശരി എന്ന് പറയുന്നതാണ് പ്രശ്നം. നേരത്തെ ഇന്റർവ്യൂക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, നേരത്തെ ഇന്റർവ്യൂക്കാരൻ പറഞ്ഞതുപോലെ അള്ളാഹുവാണ് ശരി, അവൻ മാത്രമാണ് ദൈവം എന്ന് പറയുന്നതാണോ പ്രശ്നം? അല്ലല്ല.
ഇതല്ലാത്ത ആദർശം വെച്ച് പുലർത്തുന്നവരെ ഞങ്ങൾ അംഗീകരിക്കൂല, പുറത്താക്കും, ഇന്ത്യയിൽ നിന്ന് ഓടിക്കും, അവരുടെ പള്ളികൾ ഞങ്ങൾ കെട്ടിമൂടും, പള്ളികൾ അടിമാന്തും, പൊളിക്കും, പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വോട്ട് ലിസ്റ്റ് നിന്ന് വെട്ടും. ഇതൊക്കെയാണ് പ്രശ്നം. അല്ല ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതല്ല. അള്ളാഹു മാത്രമേ ആരാധ്യൻ എന്ന് പറയുമ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ സ്വാമിയല്ലാതെ ശരണമല്ല അയ്യപ്പ എന്നുള്ളത് തെറ്റാവണ്ടേ? യേശുനാഥ യേശുനാഥ എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ട് ക്രൈസ്തവരുടേത്, അതിന്റെ ബാക്കിയൊക്കെ പറയുന്നത് യേശു മാത്രം എന്നാണ്, അത് തെറ്റാവണ്ടേ? അതുകൊണ്ട് തസവുഫ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ആത്മീയ പുരോഗതിയാണ്, അതല്ലാതെ കാണുന്ന രീതിയിൽ എന്തൊക്കെയോ കാട്ടുന്നതല്ല. മൂന്നാമതായി ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പറയുന്നത് സൃഷ്ടികളുടെ സ്വീകരണവും അതേപോലെ അവരുടെ നിരാകരണവും പരിഗണിക്കാതിരിക്കുക എന്നാണ്. നാലാമതായി പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ്, കുറഞ്ഞായാലും കൂടുതലായാലും. അഞ്ചാമത്തേതായി പറയുന്നത് സന്തോഷം ഉണ്ടാകുമ്പോഴും സന്താപം ഉണ്ടാകുമ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇമാം നക്ഷബന്ദിയുടെ തൻവീറുൽ ഖുലൂബിൻ്റെ 366 പേജിൽ നിന്നാണ് ഞാൻ ഈ ആശയം പറയുന്നത്. ഇതാണ് തസവ്വുഫ്. ഇനി നമ്മൾ പുതിയ ആളുകളൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടെ കടന്നു വരാം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പറയുന്നത് പ്രസിദ്ധമായൊരു സുഭാഷിതമുണ്ട്, ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാര കേശവൻ പ്രതിഗച്ഛതി എന്ന് ഹൈന്ദവരുടെ ഹൈന്ദവരുടെ എന്നല്ല അയാൾ പ്രയോഗിച്ചത്, സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൽ പറയുന്നില്ലേ, അതാണ് നമ്മൾ പ്രചരിപ്പിക്കാൻ പോണത് എന്നാണ്. നമുക്ക് ചില നിരൂപണങ്ങൾ നടത്താനുണ്ട് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം. ഒന്ന്, ഹൈന്ദവരുടെ ആധികാരികമായ വേദം അല്ലെങ്കിൽ അവർ പരിഗണിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥത്തിലും ഇങ്ങനെ ഒരു ശ്ലോകമല്ല. ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം പറയുന്ന അർത്ഥം അതിന് ശരിയേ അല്ല. മൂന്നാമത്തത്, അദ്ദേഹം പറയുന്ന അർത്ഥം ശരിയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല. ഇതിലേക്കാണ് മതം ക്ഷണിക്കുന്നത് എന്ന് പറയുമ്പോൾ 100% അദ്ദേഹത്തിന് അബദ്ധം സംഭവിക്കുന്നു. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അർത്ഥം വയ്ക്കാം. ആകാശാത്, ആകാശത്തിൽ നിന്ന്, പതിതം പതിച്ച, തോയം വെള്ളം, എപ്രകാരം ഗച്ഛതി പോകുന്നോ സാഗരം കടലിലേക്ക്, എന്നുവെച്ചാൽ ആകാശത്തിൽ നിന്ന് പതിച്ച ജലം എപ്രകാരം കടലിലേക്ക് പോകുന്നോ സർവദേവ നമസ്കാര. അദ്ദേഹം നമസ്കാരം എന്നാണ് പറയുന്നത്, അത് തെറ്റ. നമസ്കാര എന്ന് പറഞ്ഞാൽ പുരുഷലിംഗാണ് സംസ്കൃത പ്രകാരം. നമസ്കാരം എന്ന് പറഞ്ഞാൽ നപുംസുകലിംഗായി പോകും, ആശയം തന്നെ പലപ്പോഴും മാറിപ്പോകും. അദ്ദേഹം ഇനി എവിടെയെങ്കിലും അത് ഉദ്ധരിക്കുമ്പോൾ നമസ്കാര എന്ന് പറയണം, നമസ്കാരം എന്ന് പറയാൻ പാടില്ല. അതായത് സർവദേവ നമസ്കാര, ഏത് ദേവനെ നമ്മൾ ആരാധിച്ചാലും കേശവനിലേക്ക് ലക്ഷ്യമാക്കി ഗച്ഛതി ഈ ആരാധനകൾ പോകുന്നു എന്നാണ്. അപ്പൊ ആകാശത്തിൽ നിന്ന് എവിടെ, മലയിലാണെങ്കിലും പിന്നെ പുഴയിലാണെങ്കിലും തോടിലാണെങ്കിലും മുറ്റത്താണെങ്കിലും റോഡിലാണെങ്കിലും മഴ വർഷിക്കുമ്പോൾ എവിടെയൊക്കെ വെള്ളത്തുള്ളികൾ വീഴുന്നു അതെല്ലാം സാഗരത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ ഏത് ദേവനെ ഉപാസിച്ചാലും ആരാധിച്ചാലും അതൊക്കെ കേശവനിലേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയാം, ഹൈന്ദവർ ആരാധിക്കുന്ന ഏത് ദൈവത്തെയും, ക്രൈസ്തവർ ആരാധിക്കുന്ന ഏത് ദൈവത്തെയും, ഇസ്ലാം ആരാധിക്കുന്ന ഏത് ദൈവത്തെയും, ഇതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാന്ന്. കുറേ കാര്യങ്ങൾ ഇതുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് സർവ്വദേവ നമസ്കാര എന്നുള്ളതിന് അദ്ദേഹം പറയുന്ന അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ദൈവത്തെ വിളിച്ചും പ്രാർത്ഥിച്ചോളൂ എന്നാണ്. അതൊരു വഹാബിസത്തിന്റെ സ്വാധീനമാണ്. ആരാധന എന്ന് പറയുമ്പോഴത്തേന് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് തെറ്റാണ്, തിരുത്തണം. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരാധനയാണ്. വിളിച്ച് പറയുന്നതും സഹായം തേടുന്നതും ആവശ്യപ്പെടുന്നതും മൊത്തം ആരാധനയല്ല. അങ്ങനെയാണെങ്കിൽ വൈദ്യരോട് കഷായം വേണമെന്ന് പറഞ്ഞാൽ അതും ആരാധനയായി മാറും. ഒന്ന്. രണ്ടാമത്തെ, സർവദേവ നമസ്കാര, ഏത് ദേവനെ നമസ്കരിച്ചാലും ആരാധന അർപ്പിച്ചാലും, അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. സർവദേവ നമസ്കാര, സർവദേവനെയും നമസ്കരിക്കുക എന്ന പരിപാടി ഇസ്ലാമിലില്ല. എന്നിട്ടല്ലേ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ. മൂന്നാമത്തെ ഒരു പ്രശ്നം, കേശവൻ പ്രതിഗച്ഛതി, കേശവനെ ലക്ഷ്യമാക്കിയത് പോകുന്നു. കേശവൻ എന്ന് പറഞ്ഞ ആരാണ്? വിഷ്ണു ആകുന്ന ദൈവം. വിഷ്ണു ആരാണ്? ത്രിമൂർത്തികളിൽ ഒരാൾ, ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു. അപ്പൊ ഒരു വൈഷ്ണവീയമായ ശ്ലോകമാണിത്.
ഇവിടെ ഈശ്വരം പ്രതി ഗച്ഛതി എന്ന് പറയുകയാണെങ്കിൽ ഈശ്വരനിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പൊതുവായിട്ടുള്ളൊരു പ്രയോഗമായി മാറുമായിരുന്നു. ഈ ശ്ലോകം പോലും പറയുന്നത് ഏത് ദൈവത്തെ ആരാധിച്ചാലും അത് വിഷ്ണുവിലേക്കാണ് എത്തുക എന്നാണ്. എന്ന് വെച്ചാൽ ശിവനിലേക്ക് എത്തൂല, ബ്രഹ്മാവിലേക്ക് എത്തൂല എന്ന്. പിന്നെ എങ്ങനെയാണ് എല്ലാവരുടെയും ആരാധന ഒരേ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നു? അതാണ് തസവുഫ് എന്ന് ഇദ്ദേഹത്തിന് പറയാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ഒരു വിഷയം അദ്ദേഹം പറയുന്നത് സനാതന മതത്തിന്റെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥത്തിൽ പറയുന്നതാണ് ഇത് എന്നാണ്. ഞാൻ പറഞ്ഞു സനാതന മതം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഹൈന്ദവ ദർശനം, അതിൽ രണ്ട് വിധത്തിലാണ് അവരുടെ ഗ്രന്ഥങ്ങളുള്ളത്. ഒന്ന് ശ്രുതികളും ഒന്ന് സ്മൃതികളും. ശ്രുതികളാണ് പൊതുവെ ആധികാരികം. ഈ ശ്രുതികൾ തന്നെ പല ടൈപ്പാണ്. ഒന്നാമതായി വേദങ്ങൾ, സംഹിതകൾ, രണ്ടാമതായി ആരണ്യകങ്ങൾ, മൂന്നാമതായി ബ്രാഹ്മണങ്ങൾ, നാലാമതായി ഉപനിഷത്തുക്കൾ. ഇതിലൊന്നിൽ പോലും ഈ ഒരു ശ്ലോകമല്ല. ഉപനിഷത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാന്ന് മനസ്സിലാക്കരുത്, 108 ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞാൽ. വേദം എന്ന് പറഞ്ഞാൽ ഒന്നാന്ന് മനസ്സിലാക്കരുത്, അഥർവവും സാമവും ഋഗും പിന്നെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഋഗ്വേദവും ഇതൊക്കെ പാടെ ചേർന്ന 4 യജുർവേദവും, അദ്വൈതം, അഥർവവേദം, ഋഗ്വേദം, സാമവേദം, യജുർവേദം, ഈ 4 ഗ്രന്ഥങ്ങൾ ചേർന്നതാണ് ഈ വേദങ്ങൾ എന്ന് പറയുന്നത്. ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും പൊതുവെ ഉപലബ്ധമല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചർച്ച ചെയ്യേണ്ട. ഈ ഒരൊറ്റ ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ ഒരു ശ്ലോകമല്ല. രണ്ടാമതായി പറയുന്ന സ്മൃതികൾ, അതിലാണ് പുരാണങ്ങൾ വരിക, അതിലാണ് മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങൾ വരിക, അതിലാണ് ഇതിഹാസമാകുന്ന രാമായണവും മഹാഭാരതവും ഒക്കെ വരിക. അതിലും ഇങ്ങനെ ഒരു ശ്ലോകമല്ല. പിന്നെ ഇതെന്താണ്? പിൽക്കാലത്ത് ഏതോ ഒരു മഹർഷി ഉണ്ടാക്കിയ ശ്ലോകങ്ങളുടെ സമാഹാരമായിട്ടുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. എന്നുവെച്ചാൽ കുറേ ഈ നല്ല കുറേ ആദർശങ്ങൾ, നല്ല ഉപദേശങ്ങളൊക്കെ പറയുന്ന ചില പുസ്തകങ്ങൾ പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കിയ അതിലുള്ളതാണ് ഈ ശ്ലോകം, അതിലുള്ളതാണിത്. അപ്പൊ പിൽക്കാലത്ത് ഏതോ ഒരു മനുഷ്യനെ എഴുതിക്കൂട്ടി ഉണ്ടാക്കിയ കുറേ ശ്ലോകങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണിത്. അതുകൊണ്ട് എന്ത് എന്നുള്ള ചർച്ചയേക്കാൾ ഞാൻ ഉന്നം വെക്കുന്നത് സനാതനധർമ്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞു എന്നുള്ള അദ്ദേഹത്തെ ആ ഒരു അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി തിരുത്തുക എന്നുള്ളത്. അതേ പ്രകാരം തന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്. വിശുദ്ധനായ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവരൊക്കെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലക്ഷ്യം വെച്ചു പോകുന്ന വെളിച്ചവും പ്രകാശവും ഞാൻ തന്നെയാകുന്നു എന്ന്. നിങ്ങളേവരും ലക്ഷ്യം വെച്ച് പോകുന്ന വെളിച്ചവും പ്രകാശവും ഞാൻ തന്നെയാകുന്നു എന്ന് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പോലെ വിശുദ്ധരാകുന്ന ബൈബിൾ നമുക്ക് കൈമാറിച്ചെന്നവരെല്ലാവരും പറയുന്നു എന്നാണ് പറയുന്നത്. ക്ഷമിക്കണം, ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ 4 ഗ്രന്ഥങ്ങളിലല്ല, 27 പുതിയ നിയമം ബൈബിൾ പുസ്തകങ്ങളിലും ഒരു 40ഓളം വരുന്ന പഴയ നിയമ പുസ്തകങ്ങളിലും മൊത്തം കൂട്ടി വെച്ചാൽ 65ഓളം വരുന്ന ബൈബിൾ പഴയ പുതിയ നിയമ സമാഹാരങ്ങളിലും ഈ ഒരു വാക്യം കാണിക്കാൻ ഈ സെക്രട്ടറിക്കല്ല, പ്രസിഡന്റിനല്ല, ആർക്കും സാധ്യമല്ല. ഇത് ഒരു വെറുപ്പ് കൊണ്ട് പറയണതല്ല. അന്യമതക്കാരുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പഠിച്ചാവണം, അത് ആധികാരികമാവണം. ഓരോ മതക്കാരുടെ ഗ്രന്ഥത്തെ നമ്മളെ ആവശ്യത്തിന് വേണ്ടി വക്രീകരിക്കാനോ വളച്ചൊടിക്കാനോ പറ്റൂല. അതാണ് പ്രശ്നം, അതാണ് ഭീകരത, അതാണ് തീവ്രവാദം. അല്ലാതെ അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നത് അല്ല ഭീകരത. നമ്മൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുക, ഒരു സ്ഥലത്ത് പോലും ഇത് കാണുന്നില്ല. ലക്ഷ്യമാക്കുന്ന എന്ന പ്രയോഗം പോലും ബൈബിളിൽ ഒരു സ്ഥലത്തേ ഉള്ളൂ. 2 കൊരിന്ത്യരുടെ 8-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അത് ഇതല്ല, വേറൊന്നാണ്. വെളിച്ചം എന്ന പ്രയോഗം പുതിയ നിയമം ബൈബിളിൽ 27 പുസ്തകങ്ങളിൽ ആകെ 7 പ്രാവശ്യമേ ഉള്ളൂ. അതൊന്നുപോലും ഇദ്ദേഹം പറയുന്ന നിങ്ങൾ ലക്ഷ്യമാക്കുന്ന വെളിച്ചം, പ്രകാശം എന്നേ അല്ല. അദ്ദേഹം പറയുന്ന ആ വാക്കിലുള്ള മറ്റൊരു സംഗതി നാം തന്നെയാകുന്നു എന്നാണ്. ഇത് ബൈബിളിൽ ആകെ 2 സ്ഥലത്തേ ഒന്ന് ജൂതന്മാർ നമ്മൾ തന്നെയാകുന്നു എന്ന് അറിയണതും, എന്ന് വെച്ചാൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് പ്രയോഗിച്ചത്. അതും ഇദ്ദേഹം പറയുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു പ്രശ്നം അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് നമ്മൾ ശക്തമായി എതിർക്കുക എന്ന രീതിയിൽ പറയണതല്ല. സത്യമായിട്ടും അവർ പറയുന്നത് ഇസ്ലാം അല്ലാത്തത് കൊണ്ടാണ്. വളരെ ചുരുക്കി അവരുടെ വാദങ്ങൾ ഞാനിങ്ങനെ സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇസ്ലാം പ്രചരിപ്പിക്കാനല്ല വന്നത്, സ്നേഹമാണ് എന്നാണ്. സ്നേഹം ഇസ്ലാം പ്രചരിപ്പിച്ചു, റസൂൽ പ്രചരിപ്പിച്ചു. പക്ഷെ തലവെട്ടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? വളരെ സ്നേഹിച്ചായിരിക്കുമോ തലവെട്ടൽ?
10-13 വർഷം സഹിച്ച് സഹികെട്ടിട്ടാണെങ്കിൽ പോലും പിന്നെയും 2 വർഷം മദീന ഷരീഫിലേക്ക് എത്തി, ഇസ്ലാമിക രാഷ്ട്രം രൂപപ്പെടുത്തി, പിന്നെയും നിരന്തരം ആക്രമിച്ചാണെങ്കിൽ പോലും ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാം സമ്മതം തന്നിട്ടില്ലേ? സൂറത്തു അൽ ഹജ്ജിന്റെ 39-ാം വചനം അതല്ലേ പറയുന്നത്? സ്നേഹം കൊണ്ടായിരിക്കും അത്. സ്നേഹിക്കണം, മനുഷ്യരെല്ലാവരെയും സ്നേഹിക്കണം. പക്ഷെ സ്നേഹം വേണമെന്ന് കരുതിയിട്ട് ശിക്ഷണം പാടില്ല, ശിക്ഷ പാടില്ല, ഉപദേശം പാടില്ല, വഴക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു ആദർശം ആർക്ക് സ്വീകരിക്കാൻ പറ്റും? പരിശുദ്ധ ഇസ്ലാം സ്നേഹിക്കേണ്ടിടത്തൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞു. കുടുംബത്തെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തു അർ-റൂമിന്റെ 21-ാമത്തെ വചനത്തിൽ ഭാര്യാഭർത്തർ ബന്ധത്തിനിടയിൽ അല്ലാഹു മവദ്ദത്തിനെയും കാരുണ്യത്തിനെയും നിക്ഷേപിച്ചത് പറയുന്നുണ്ട്. എന്താ മവദ്ദത്ത്? പ്രണയം, സ്നേഹം. കാരുണ്യത്തെ സ്നേഹം പൊതിഞ്ഞു നിൽക്കുന്നത് പറയുന്നുണ്ട്. എന്റെ കാരുണ്യം എല്ലാത്തിനെയും പൊതിയുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 155-ാമത് വചനത്തിൽ പറയുന്നുണ്ട് അല്ലേ? അങ്ങ് എല്ലാവർക്കും കാരുണ്യമായി നിയോഗിതനായി എന്ന് സൂറത്തുൽ അംബിയാന്റെ 107-ാമത് വചനത്തിൽ പറയുന്നുണ്ട്. കാരുണ്യ, സ്നേഹം, ആർദ്രത, ഇഷ്കൊക്കെ ഇസ്ലാം ധാരാളം പറഞ്ഞതാ. പക്ഷെ തിരുത്തേണ്ടടുത്ത് തിരുത്തണം, ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം, പണങ്ങേണ്ടടുത്ത് പണങ്ങണം, അടിക്കേണ്ടടുത്ത് അടിക്കണം. ഇതൊക്കെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂഫിക്കാരെ അതും കൂടി ഒന്ന് പഠിക്കണം. സ്നേഹിക്കേണ്ടടുത്തേ സ്നേഹിക്കാൻ പറ്റുള്ളൂ, എല്ലായിടത്തും സ്നേഹിക്കാൻ പറ്റുള്ളൂ. അത് പാടില്ല. ചിലപ്പോൾ രക്ഷപ്പെടുമെങ്കിലും വേണ്ടത്. സ്നേഹിച്ചവിടെ നിൽക്കാൻ പറ്റുമോ? കൊല്ലാൻ വരുന്നവനോട് ഒരു പാമ്പ് കടിക്കാൻ വരികയാണ്, എല്ലാത്തിനെയും സ്നേഹിക്കണം. സ്നേഹിച്ചവിടെ അങ്ങനെ നിന്ന് കൊടുക്കല. ഒരു പേപ്പട്ടി കടിക്കാൻ വരുന്നു, സ്നേഹിച്ചവിടെ നിന്ന് കൊടുക്കല. പറ്റുമെങ്കിൽ അടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ മരത്തുമ്മ കയറണം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തിനു സ്നേഹിക്കുക? അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സ്നേഹിക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് സ്നേഹം മാറുക. അത് മതം പറയണതല്ല. അവിടെ പ്രസിഡന്റ് പറഞ്ഞൊരു വാദമാണ് മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ആരാ പറഞ്ഞത് മതം വെടിയണം മനുഷ്യനെ സ്നേഹിക്കാൻ? ആരാ പറഞ്ഞത്? എന്നിട്ട് അവർ ഉദാഹരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മണ്ണാർക്കാട് തെരഞ്ഞെടുത്തത്? ബീരാനൗലിയപ്പാപ്പ അവിടെയായിരുന്നു. അദ്ദേഹം മതക്കാരനല്ലായിരുന്നു, സ്നേഹക്കാരനായിരുന്നു. തെളിവെന്താണെന്നറിയാം? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പല മതക്കാരും വന്നിരുന്നു. അപ്പൊ ഇസ്ലാമിലൊരു സഹോദരന് ഒരു മതക്കാരനോട് ബന്ധം ഉണ്ടാകാൻ പാടില്ലേ? മമ്പ്രത്ത് തങ്ങളുടെ അടുത്തേക്ക് കോന്തുനായർ വന്നിട്ടില്ലായിരുന്നു? മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്ര മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്. റിഫായി ഷെയ്ഖിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലേ? മൊയ്തു ഷെയ്ഖ് തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലേ? നമ്മുടെ ഒപ്പത്തെ ഉസ്താദുമാരുടെ അടുത്തേക്കൊന്നും വരുന്നില്ലേ? ഷെയ്ഖുന എപ്പിസ്ഥാനെ കാണാൻ അന്യമതക്കാർ വരുന്നില്ലേ? മിനിഞ്ഞാന്ന് പോലും ചെന്നിത്തല പോസ്റ്റ് ഇട്ടല്ലോ. 90-നോടടുത്തിട്ടും ഊർജ്ജസ്വലനായി സാമൂഹിക പ്രവർത്തനം നടക്കുന്ന ഷെയ്ഖുന കാന്തപുരത്തെ സന്ദർശിച്ചു എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അന്യമതക്കാരനല്ലേ? ആരാ പറഞ്ഞത് അന്യരെ സ്നേഹിക്കാൻ മതം വെടിയണമെന്ന്? അവ ഇതെന്താണ് മതത്തെ അവർ മനസ്സിലാക്കിയത്? അവിടെയാണ് പ്രശ്നം. മതത്തെ വെടിയണം, എന്നിട്ട് എന്ത് ചെയ്യണം? സ്നേഹം നടത്തണം. മതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായാൽ ആരെയും സ്നേഹിക്കാൻ പറ്റൂന്ന് അവരുടെ വർത്താനം പറയണം തോന്നിയാൽ. സ്വന്തം അയൽവാസി ഏത് ജാതിയും ഏത് മതക്കാരനാണെങ്കിലും പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ചുണ്ടാൽ അവൻ മുസ്ലിം സംസ്കാരം ഉൾക്കൊള്ളവനല്ല എന്ന മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. ഏതാ സ്വന്തം അയൽവാസി? തൻ്റെ വീടിൻ്റെ 4 വശത്തുള്ള 40 വീട്ടുകാർ. എത്ര സ്ഥലം വരുന്ന ആലോചിച്ച് നോക്കൂ, എത്ര വീട് വരുന്ന ആലോചിച്ച് നോക്കൂ. 40 × 4 എത്ര വരുന്ന ആലോചിച്ച് നോക്കൂ. ആ വീട്ടിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. വയറ് നിറച്ചൊരു മുസ്ലിമിന് ഉണ്ണണം എന്നുണ്ടെങ്കിൽ അവൻ ഏത് ജാതിയാ നോക്കണോ? ഏത് മതക്കാരനാ നോക്കണോ? അവൻ താഴ്ന്ന ശൂദ്രനാണ് അല്ലെങ്കിൽ ഉന്നത ബ്രാഹ്മണനാണ്, ഞങ്ങൾ അസനി ബ്രാഹ്മണരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ബ്രാഹ്മണർ? ഇസ്ലാമിൽ എന്താ അങ്ങനെയൊക്കെ ഒരു ജാതീയത? അവർ അസനി ബ്രാഹ്മണരാണ്. അത്ര വേറെയും ബ്രാഹ്മണന്മാരുണ്ടോ? പരിശുദ്ധ ഇസ്ലാമിൽ ഒരൊറ്റ മതേ ഉള്ളൂ, ഒരൊറ്റ ആദർശമേ ഉള്ളൂ, ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. അറബിക്ക് അനറബിക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. കുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിന്റെ മക്കൾ. കുല്ലുക്കും മിൻ തുറാബ്, ആദമു മിൻ തുറാബ്, ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ മനുഷ്യനെ സ്നേഹിക്കാൻ മതം വെടിയണമെന്നത് കഠിനമായ ഒരു അബദ്ധമാണ്, ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. ദൈവം ഉള്ളിലാണ്, അഹം ബ്രഹ്മാസ്മി ആൾ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ഉൾക്കൊള്ളുക മീൻസ് ഹൃദയത്തിൽ ദൈവം ഇറങ്ങുക എന്ന് വെച്ചാൽ ദൈവത്തിന് ഹൃദയത്തെ ആശ്രയിക്കേണ്ടി വരിക. പരിശുദ്ധ ഇസ്ലാമിലെ ഇലാഹിന് ഇങ്ങനത്തെ ഒരു പരിമിതിയില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, ഇസ്ലാമിലെ ദൈവം എന്ന് പറഞ്ഞാൽ ഏഴാനാകാശത്തൊരു കസാരയിട്ട് ഇങ്ങനെ നിയന്ത്രിക്കുകയാണെന്ന്. ഇല്ല, കസാര ഏഴാനാകാശം ഒന്നും അള്ളാഹുവിൻ്റെ വജൂദിന്
ആവശ്യമേ ഇല്ല, അള്ളാഹു അതിനെ ആശ്രയിക്കുന്നവനുമല്ല. പിന്നെ പിന്നെ നിസ്കാരത്തെക്കുറിച്ചും വിവാഹത്തിനെ കുറിച്ചൊക്കെ അവർ തെറ്റിദ്ധാരണ സൃഷ്ടിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയല്ല നടത്തേണ്ടത്. അവനവൻ്റെ ഉള്ളിലുള്ള അവനവൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിന് വേണ്ടി നടത്തണം എന്നാണ്. ഇതൊക്കെയും സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ വിശ്വാസികളെ വഴിപഴപ്പിക്കുന്ന ഇത്തരം ആദർശങ്ങൾ ഏത് തെറ്റിദ്ധാരണയുടെ പേരിലാണ് നിങ്ങളിൽ കുടികൊണ്ടതെങ്കിലും അതിൽ നിന്ന് മാറി യഥാർത്ഥ മതം പഠിക്കണം. ഇതിൻ്റെ ചുളിവിലൂടെ തസവ്വുഫും ആത്മീയതയും വിലായത്തും ത്വരീഖത്തും ഹഖീഖത്തും ഇസ്ലാം വിരുദ്ധമാണെന്ന് പറയുന്ന ബിദ്അത്തുകാരൊന്ന് ശ്രദ്ധിക്കണം. പലരും അങ്ങനെയാണ്. ഇപ്പം മനസ്സിലായില്ല സമസ്തൻ്റെ ആദർശം ശരിയല്ല എന്ന്. സമസ്തൻ്റെ ആദർശം ശരിയാന്നപ്പോൾ മനസ്സിലായത്. കാരണം ഇവർ പറയണതൊന്നും ശരിയല്ല എന്ന് ശക്തമായി പറയാനും പഠിപ്പിക്കാനും ഇതൊരു അവസരമായി മാറി. സമസ്തൻ്റെ ആദർശം ശരിയല്ല എന്ന് ഏതെങ്കിലും ഒരു യുക്തിവാദി വന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല, ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായില്ല ഇസ്ലാമിൻ്റെ ആദർശം ശരിയല്ല എന്ന് പറയല. മതമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ പലതും പറയും. മതം പാടില്ലെന്ന് പറയണവരവർ അള്ളാഹിൻ്റെ റസൂൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്നതല്ല എന്ന് പറയുന്നവരാണ്. ഇത്ര വലിയ ശിർക്ക് എന്താണ്, ഇത്ര വലിയ കുഫർ എന്താണ്, ഇത്ര വലിയ ബല എന്താണ്? എന്നിട്ട് പറയാം തസൗഫ് ശരിയല്ല എന്നും പിന്നെ സൂഫി മാർഗം ശരിയല്ല എന്നൊക്കെ മനസ്സിലായില്ലേ. സൂഫി മാർഗം താബഈങ്ങൾ മുതൽ വ്യവസ്ഥാപിതമായി വന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത ഏകദേശം 100-ൽ പരം ശിഷ്യന്മാർ സുഫത്തിൻ്റെ അഹ്ലുകാരായി, ചെരുവിൻ്റെ അഹ്ലുകാരായി, മദീനപ്പള്ളിയുടെ ചെരുവിൻ്റെ അഹ്ലുകാരായി ക്ലിഷ്ട ജീവിതം നടിച്ച് ദീന് പഠിച്ച് ഇബാദത്തിൽ കൂടുതൽ തൽപരരായി ജീവിച്ച അവിടെ മുതൽ തസൗഫിൻ്റെ പാരമ്പര്യമുണ്ട്. ഇത് ഇസ്ലാമിക അല്ല എന്ന് പറയാനല്ല ശരി. ഈ സംഗതികളിൽ കടന്നുകൂടുന്ന ഏത് വ്യാജന്മാരെയും തുറന്നു കാണിക്കലാണ് അതിൻ്റെ ശരിയായ രീതി. ഞാൻ 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഇത് ആരോടെങ്കിലുള്ള വിദ്വേഷം കൊണ്ടല്ല, സമുദായം പഴച്ചു പോകരുതെന്ന് കരുതിയിട്ടാണ്. ഏതൊക്കെ രീതിയിൽ തെറ്റിദ്ധരിച്ചാണ് ഇவ்விധം മതവിരുദ്ധമായ, ആദർശവിരുദ്ധമായ, പ്രമാണവിരുദ്ധമായ ആദർശങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പടച്ച റബ്ബിനെയും അവൻ്റെ ദീനിനെയും ഓർത്ത് മാറി നിൽക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി തൽക്കാലം ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അവരുടെ പ്രസംഗത്തിലും അവരുടെ പത്രസമ്മേളനത്തിലൊക്കെ വന്ന ഒറ്റ നോട്ടത്തിൽ കേട്ട സത്യത്തിൽ അത് നേരാവണ്ണം കേൾക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടാണെന്ന് കേട്ടത്. ഞാൻ കുറച്ച് നേരത്തെ വന്നത് അതിനുകൂടെയായിരുന്നു. അപ്പം ലിസ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. മറ്റു കുറേ കാര്യങ്ങൾ അവഗണിച്ചിട്ടുണ്ട്. സന്ദർഭോചിതം ആവശ്യമെങ്കിൽ നമുക്കതുകൂടെ പറയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് മനസ്സിലാക്കാനും അങ്ങനെ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരണപ്പെട്ട് നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.